പാവനാത്മാവേ പാവനാത്മാവേ പറന്നിറങ്ങണമേ നിറഞ്ഞിറങ്ങണമേ പാപന്തകാരം നിറഞ്ഞ ഞങ്ങളിൽ തെളിഞ്ഞിറങ്ങണമേ പാവനാത്മാവേ പാവനാത്മാവേ ദാനങ്ങളേഴായി നിറഞ്ഞു ഞങ്ങൾ ഫലങ്ങൾ ചൂടിടുവാൻ കൃപയും വരവും അധികമായുള്ളിൽ പകർന്നു നൽകണമേ നിത്യസഹായകനേ നന്മയും തിന്മയും വേർതിരിച്ചെന്നും കൃപയിൽ നീങ്ങിടുവാൻ അനന്ത സ്നേഹമേ പരമനന്മയെ ജ്വാലയായി വരണേ നിത്യസഹായകനേ പാവനാത്മാവേ പാവനാത്മാവേ പറന്നിറങ്ങണമേ നിറഞ്ഞിറങ്ങണമേ പാപന്തകാരം നിറഞ്ഞ ഞങ്ങളിൽ തെളിഞ്ഞിറങ്ങണമേ പാവനാത്മാവേ പാവനാത്മാവേ ആമേൻ. ക്രിസ്തുവിന്റെ പടയാളി. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. എന്റെ മകനെ, നീ യേശു ക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റുള്ള കാര്യങ്ങളിൽ തലയിടാറില്ല. നമ്മുടെ കർത്താവ് മിശിഹായ്ക്ക് സ്തുതി. സ്നേഹപിതാവായ ദൈവമേ, മിസ്സിയുടെ 21-ാം പ്രിലിമിനറി ഓൺലൈൻ കോഴ്സിന്റെ ഇനാഗ്രേഷനിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ പല ഭാഗത്തായിരിക്കുന്ന ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ലോക സുവിശേഷം സാധ്യമാക്കാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ 10 ആഴ്ച ഒരുമിച്ചുള്ള ഞങ്ങളുടെ ആത്മീയ യാത്രയിൽ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈ മിസ്സിയ കൂട്ടായ്മയെ അങ്ങേ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാരെയും സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ മുണ്ടിയ അച്ഛനെയും മിസ്സിയുടെ സ്ഥാപക പ്രൊഫസർ CC ആലിസിക്കുട്ടിയെയും സമാപന ആശീർവാദം നൽകുന്ന വൈദികരെയും മിസ്സിയുടെ കോർ ടീമിനെയും റിസോഴ്സ് ടീമിനെയും എല്ലാ ലീഡേഴ്സിനെയും ഇന്നത്തെ ശുശ്രൂഷ നയിക്കുന്ന ഓരോരുത്തരെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവിടുത്തെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ അമ്മയെ, പരിശുദ്ധ അമ്മയെ, ഞങ്ങൾക്ക് വേണ്ടി തിരുക്കൊണ്ട് അപേക്ഷിക്കണമേ. മിസ്സിയ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരെ പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്സിയ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്സിയ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം
ഹൃദയത്തിൽ വന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷണർമാരെ ഒരുക്കുവാൻ മിസിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാമ്പുത്രൻ പരിശുദ്ധാത്മ സർവേശ്വര ആമേ. സർവസ്നായ അങ്ങയുടെ ദാവേ, അങ്ങയുടെ നാമം പൂജയാണ്, അങ്ങ് രാജ്യം തന്നെ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ ഭൂമിയിലാണമേ. അന്ന് വേണ്ട ആഹാരം തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്ന ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങ് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ മിസ്സിയോങ്ങളെ, ഏവർക്കും നിറഞ്ഞ സായാഹ്ന വന്ദനങ്ങൾ. ജപമാല പ്രാർത്ഥനയോടെയും സ്തുതി ആരാധനാ ഗീതത്തോടും കൂടി മിസ്റ്റർ പ്രിലിംസ് 21ാമത്തെ ബാച്ചിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ജപമാല പ്രാർത്ഥന നടത്തിയ ബ്രദറി സിസ്റ്റേഴ്സിനും മനോഹരമായ ഗാനത്തോടെ നമ്മെ ദൈവസന്നിധിയിലേക്ക് ആനയിച്ച ഫ്രാൻസിസ് ചേട്ടനും ബൈബിൾ റീഡിംഗ് നടത്തിയ ഷിജിൻ ചേട്ടനും ഒത്തിരി നന്ദി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പല ജീവിത സാഹചര്യങ്ങളിലും ആയിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം തന്റെ അനന്ത സ്നേഹത്താൽ ഒരു കുടുംബമായി ഇന്നിവിടെ ഒന്നിച്ചു ചേർത്തിരിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ 7 നിത്യസത്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സ്വയം വളരുവാനും മറ്റുള്ളവരെ വിശ്വാസത്തിൽ വളർത്തുവാനും വേണ്ടിയുള്ള ഒരു യാത്ര ഇന്ന് ഈ ബാച്ചിലൂടെ തുടക്കം കുറിക്കുകയാണ്. ലോകത്തിന്റെ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ലോകമെമ്പാടും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ഒരു ദാഹം നാം കാണുന്നുണ്ട്. ലോകത്തിന്റെ ഈ ഒരു അവസ്ഥയിലേക്ക് ലോകത്തെ മാറ്റിമറിക്കുവാൻ ദൈവവചനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഈശോ നമ്മോട് പറയുന്നു, തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഈശോ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് മിസ്സിയോ പ്രിലിംസിന്റെ 21ാമത്തെ ബാച്ചിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ദൈവനാമത്തിൽ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ്സിയോ ബാച്ചുകൾ എല്ലാം തന്റെ പ്രാർത്ഥനകളാലും ദൈവിക സന്ദേശങ്ങളാലും മിത്ര സ്നേഹത്താലും നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ചിക്കാഗോ രൂപതയുടെ അധ്യക്ഷനും മിസ്സിയോയുടെ രക്ഷാധികാരിയുമായ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെയും ഏറെ സ്നേഹാദരങ്ങളോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആശംസകൾ അർപ്പിച്ച് നമ്മെ അഭിസംബോധന ചെയ്യുന്നതിനായി കേരള ലാറ്റിൻ കത്തോലിക് റീജിയൻ ബിഷപ്പ് കൗൺസിൽ സെക്രട്ടറിയും കാറ്റഗിസം കമ്മീഷൻ സെക്രട്ടറിയുമായ റെവറൻ ഫാദർ മാത്യു പുതിയതച്ഛനും നമ്മോടൊപ്പമുണ്ട്. അച്ഛനെയും ഏറെ സ്നേഹാദരങ്ങളോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തലശ്ശേരി സെന്റ് ജോസഫ് സെമിനാറി റെക്ടറും കാറ്റഗിസം കമ്മീഷൻ മുൻ സെക്രട്ടറിയുമായ റെവറൻ ഫാദർ തോമസ് അച്ഛനും നമ്മോടൊപ്പം കൂടെയുണ്ട്. അച്ഛനെയും ഏറെ സ്നേഹാദരങ്ങളോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സെഷന്റെ സമാപന സന്ദേശം നൽകുന്നത് റെവറൻ ഫാദർ അഗസ്റ്റിൻ മുണ്ടേത്ത് അച്ഛനാണ്. അച്ഛനെയും ഏറെ സ്നേഹാദരങ്ങളോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഫസർ CC ആലിസികുട്ടി ആന്റിയാണ്. ആന്റിയെയും ഏറെ സ്നേഹാദരങ്ങളോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഇനോഗ്രേഷൻ സെഷൻ മനോഹരമാക്കുന്നതിനായി വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ സ്നേഹത്തോടെ ഏറ്റെടുത്ത് നമ്മോടൊപ്പമുള്ള മിസ്സിയോ ടീം അംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ മിസ്സിയോ പ്രിലിംസ് 21ാമത്തെ ബാച്ചിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട അഭിവന്യ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ ഏറെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ദിശ പിതാവ് കയറിയിട്ടില്ലേ തോമസ് ചേട്ടാ?
പിതാവ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിതാവിനോട് എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് പിതാവിനെ വെയിറ്റ് ചെയ്യാം. ആ സമയം നമുക്ക് മിസ്യോ ടീം ഇൻട്രൊഡക്ഷന് വേണ്ടി ഡോക്ടർ AJ അഗസ്റ്റിൻ ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. മിസ്യോ പ്രിലിംസിന്റെ 21ാമത്തെ ബാച്ചിലേക്ക് ഇന്ന് സ്നേഹപൂർവ്വം കടന്നു വന്നവരെയും ഇപ്പോൾ ലൈവ് പ്രോഗ്രാമിലൂടെ ഇതിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്നവരോടും, നമ്മുടെ ഈ പ്രോഗ്രാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെ ഉദ്ദേശിച്ച് ചെയ്യുമ്പോൾ പല ടൈം സോണിലുള്ളത് കൊണ്ട് ഇതിൻ്റെ യൂട്യൂബ് റെക്കോർഡിംഗ് കണ്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്നവരെയും എല്ലാവരെയും മിസ്യോ ടീമിൻ്റെ പേരിൽ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ മിസ്യോ ടീം പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു ദൈവിക പദ്ധതിയുടെ ഭൂമിയിലെ നടത്തിപ്പുകാരാണ് മിസ്യോ ടീമിലെ ഓരോരുത്തരും. അവരെ നിങ്ങളോട് പരിചയപ്പെടുത്തി തരുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മിസ്യോ ടീമിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് സഭയുടെ ദൗത്യം തന്നെയാണ്. നമ്മളെ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സകല ജനതകളോടും സകല സൃഷ്ടികളോടും ഈ സുവിശേഷം പറയുക എന്നുള്ളതാണ്. മിസ്യോ ടീമിലെ നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന നമ്മുടെ സ്വർഗീയ മധ്യസ്ഥൻ്റെയും ഭൂമിയിലായിരിക്കുന്ന സിറോ മലബാർ സഭയുടെ തലവനായിട്ടുള്ള അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവിനെയും, അതുപോലെ ചിക്കാഗോ രൂപതയുടെ അധ്യക്ഷനായിട്ടുള്ള ജോയ് പിതാവിനെയും, നമ്മുടെ മിസ്യോ ടീമിനെ ആനിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിന് പ്രചോദനം നൽകുന്ന, പ്രകാശം നൽകുന്ന അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛനെയുമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുക. നമുക്ക് മൊത്തം 2 പിതാക്കന്മാരുടെയും 12 ബഹുമാനപ്പെട്ട വൈദികരുടെയും അതുപോലെ 45ഓളം ടീം അംഗങ്ങളുടെയും വലിയ ഒരു സംഘമാണ് വരുന്ന 9 ആഴ്ചകളിലെ നമ്മുടെ ഈ ആത്മീയയാത്രയിൽ നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന, നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന വിവിധങ്ങളായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റിട്ടുള്ളത്. നമ്മുടെ സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. വിശുദ്ധൻ്റെ ആ വലിയ മാധ്യസ്ഥം നമ്മുടെ പ്രവർത്തനങ്ങളോട് കൂടെയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് സഭയുടേതായിട്ടുള്ള എല്ലാ അംഗീകാരവും അനുഗ്രഹ ആശസ്സുകളും നൽകുന്നത് ബഹുമാനപ്പെട്ട റാഫേൽ തട്ടിൽ പിതാവാണ്, സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ. അതുകൂടാതെ നമ്മുടെ പേട്രണായിട്ട് നമ്മുടെ കൂടെയുള്ളത് ജോയ് ആലപ്പാട്ട് പിതാവാണ്. ആലപ്പാട്ട് പിതാവ് ചിക്കാഗോ രൂപതയുടെ അധ്യക്ഷനാണ്. പിതാവാണ് ഈ 21ാമത്തെ ബാച്ചിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുക. അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛൻ നമുക്ക് എന്നും നമ്മുടെ കൂടെ പ്രചോദനം നൽകുവാനും പ്രകാശം പരത്തുവാനുമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. ക്ലരീഷ്യൻ സഭാംഗമായിട്ടുള്ള അച്ഛൻ വിവിധ സെമിനാരികളിലെ ഫിലോസഫി പ്രൊഫസറായിരുന്നു. ഇപ്പോഴും വളരെ ഊർജ്ജസ്വലനായിട്ട് നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ ഇവിടെ ദിശ പരിചയപ്പെടുത്തിയതുപോലെ ലാറ്റിൻ കത്തോലിക്ക സഭയുടെ ബിഷപ്സ് കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ടും, അതുപോലെ ബിഷപ്സ് കൗൺസിലിലെ കമ്മീഷൻ ഫോർ കാറ്റഗിസിസിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള മാത്യു പുതിയാത്തച്ഛനുണ്ട്. അച്ഛൻ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. വീണ്ടും മലങ്കര സഭയുടെ അംഗമായിട്ടുള്ള ജുബി അച്ഛനുണ്ട്. അതുപോലെ ക്ലരീഷ്യൻ സഭയിലേക്ക് കൂടുതൽ അച്ഛന്മാരും, അതുപോലെ ഇപ്പോൾ ശംഷാബാദ് രൂപതയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സേവ്യർ മാന്തറയച്ചൻ, ഇന്റർനാഷണൽ
ജീസസ് യൂത്തിന്റെ ചാപ്ലൈനായിട്ടുള്ള ഡിറ്റോ ദേവസ്യാച്ചൻ, ക്ലരീഷ്യൻ അംഗമായിട്ടുള്ള മിസിയോ ടീമിന്റെ മെമ്പറായിട്ടുള്ള വിവിധ അച്ഛന്മാരിലെ ജിബിൻ അച്ഛനുണ്ട്. ഇപ്പോൾ ക്ലരീഷ്യൻ പ്രൊവിൻസിന്റെ പ്രൊക്യൂറേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. ക്ലരീഷ്യൻ മിനിസ്റ്ററി ശംസബാദ് രൂപതയിൽ തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഷാനച്ചനുണ്ട്. അതുപോലെ ജയിൽ മിനിസ്ട്രിയുടെ സുപ്പീരിയർ ആയിട്ടുള്ള മനോജ് അച്ഛൻ, വീണ്ടും ജയിൽ മിനിസ്ട്രിയിൽ തന്നെ ഇപ്പോൾ പൂനെയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാർട്ടിൻ അച്ഛൻ, ഇവരെല്ലാം ക്ലരീഷ്യൻ സഭാംഗങ്ങളാണ്. അതുപോലെ നമുക്ക് വീണ്ടും സാഗർ രൂപതയിൽ പ്രവർത്തിക്കുന്ന ജാക്സൺ അച്ഛനുണ്ട്. ക്ലരീഷ്യൻ അംഗമായിട്ടുള്ള പാരിഷ് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്ന മനോജ് അച്ഛൻ, ജോമോൻ അച്ഛൻ, വീണ്ടും കർവിറ്റിയിലാണ് അച്ഛൻ ഇപ്പോൾ തൻ്റെ പ്രവർത്തന മേഖലയായിട്ട് എടുത്തിരിക്കുന്നത്. ഇവരെല്ലാവരും സഭയുടേതായിട്ടുള്ള അനുഗ്രഹാശിസുകളോടുകൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിലെ ഈശോ ആകാനും ഈശോ ആയി ജീവിക്കുവാനും അങ്ങനെ ഈ താൻ അനുഭവിച്ച ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും തൻ്റെ ജീവിതം മുഴുവനും മാറ്റിവെച്ച പ്രൊഫസർ CC ആലീസ് കുട്ടി ആണ് ഈ മിസിയോ ടീമിൻ്റെ ഇന്ന് നമ്മുടെ നേതാവായിട്ട് ലീഡറായിട്ടുള്ളത്. ചേച്ചി കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആദ്യകാല പ്രവർത്തകയാണ്. 1990-കൾ മുതൽ ഈ കെരിക്മയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച ആളാണ്. ജീസസ് യൂത്ത് മുതലായ 6ഓളം മിനിസ്ട്രികളുടെ രൂപീകരണത്തിൻ്റെ ഏറ്റവും മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ്. നന്നായി മറ്റുള്ളവരോട് ആശയം സംവേദനം ചെയ്യുന്ന വ്യക്തിയാണ്, വാഗ്മിയാണ്. അതുപോലെ തന്നെ നല്ല പുസ്തകങ്ങളുടെ കർത്താവാണ്. അതുകൊണ്ട് തന്നെ ഒരു എഴുത്തുകാരിയുമാണ്. വീണ്ടും മിസിയോ ടീം എന്ന് പറയുമ്പോൾ ആ ടീം മിസിയോ ഫാമിലി തന്നെയാണ്. നിങ്ങൾക്ക് കാണാം ഈ സ്ലൈഡിൽ റിസോഴ്സ് ടീം അംഗങ്ങളുണ്ട്. വിവിധ ഭൂഖണ്ഡങ്ങളിലെ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന കോർഡിനേറ്റേഴ്സ് ഉണ്ട്. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് ഈ 21ാമത്തെ ബാച്ച് 800-അധികം ആളുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവരെ ദിവസവും എന്നവണ്ണം അവരുടെ കൂടെ ആയിരിക്കുന്നത് മെൻറ്റേഴ്സാണ്. നമുക്ക് ഓൺലൈൻ കോഴ്സാണ് നമ്മളിത് നടത്തുന്നത്. നമുക്കിത് കൂടാതെ ഈ കോഴ്സിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം മാത്രമാണെങ്കിൽ റെസിഡൻഷ്യൽ കോഴ്സ് 32ഓളം സെഷൻസ് ഉള്ള റെസിഡൻഷ്യൽ കോഴ്സിന് ഇതെല്ലാം നടത്തുന്നത് ഈ മിസിയോ ടീം തന്നെയാണ്. മിസിയോ ടീം മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തുവാനായിട്ട് വളരെ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ടീമിൻ്റെ ലീഡറായിട്ട് അലിസൂട്ടി ചേച്ചിയാണെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഏതാണ്ട് 44ഓളം ചേച്ചിയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരുടെ പേരുകളും അവരെയുമാണ് ഈ സ്ക്രീനിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ സൂചിപ്പിച്ചു, മിസിയോ ടീം എന്ന് പറയുന്നത് ജീവിതം കൊണ്ട് ക്രിസ്തുവാവാനും ക്രിസ്തുവിനെ നൽകുവാനും ശ്രമിക്കുന്ന ഏതാനും അൽമായരാണ്. ഇവരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഫാമിലിയുടെ ഏറ്റവും നമ്മൾ പണിതിരിക്കുന്ന അടിസ്ഥാനം കർത്താവിൽ തന്നെയാണെങ്കിലും അതിന് ഇന്ന് ശക്തി പകരുന്നത് ഈ 21ാമത്തെ ബാച്ചിലും ശക്തി പകരുന്നത് ഇതിൻ്റെ മെൻറ്റേഴ്സാണ്. മെൻറ്റേഴ്സായിട്ട് നമുക്ക് ഇന്ത്യയിൽ മാത്രം ഇപ്രാവശ്യം നമുക്ക് 25 സബ് ഗ്രൂപ്പുകളുണ്ട്. ആ 25 സബ് ഗ്രൂപ്പുകളിലും ഓരോ സബ് ഗ്രൂപ്പിനും 2 മെൻറ്റേഴ്സ് വെച്ച്, എന്നാൽ ഒരു സബ് ഗ്രൂപ്പിന് മാത്രം 3 മെൻറ്റർ എന്നുള്ള രീതിയിൽ 51 പേര് ഇതിനു വേണ്ടിയിട്ട് അവരുടെ ജീവിതം മാറ്റിവെച്ച് 52ഓളം പേര് ഇതിനു വേണ്ടിയിട്ട് ഓരോ ദിവസവും വേണ്ടതായ കാര്യങ്ങൾ, സബ് ഗ്രൂപ്പുകളുടെ നിയന്ത്രണവും അവിടെയുള്ള എല്ലാ അംഗങ്ങളെയും പ്രചോദിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ശ്രമിക്കുന്നു എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് കൂടാതെ നമുക്ക് അമേരിക്കയിൽ US കോർഡിനേറ്റ് ചെയ്യുന്ന 3 വ്യക്തിത്വങ്ങളുണ്ട്. അവരെയാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുക. അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന 7ഓളം മെൻറ്റേഴ്സ് US തന്നെയുണ്ട്. ഇത് കൂടാതെ നമുക്ക് യൂറോപ്പിലെ
കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അവർ 3 പേരുടെ പേരാണ് മുകളിൽ കാണുന്ന 3 പേരുടെ പടങ്ങളാണ് മുകളിൽ കാണുന്നത്. അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന യൂറോപ്പിലുള്ള മെൻറ്റേഴ്സ് 4 പേരുണ്ട്. അവരെയും നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാനായിട്ട് പറ്റും. ഇത് കൂടാതെ നമുക്ക് ന്യൂസിലൻഡിലെ നമ്മളുടെ മിസിയോ ടീമിലെ അംഗവും അതുപോലെ മെൻറ്ററുമായിട്ടുള്ള ആളുണ്ട്. ഗൾഫിൽ നമുക്ക് 2 പേരാണ് നമുക്ക് വേണ്ടിയിട്ട് മെൻറ്റേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ടീം ഈ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ മിസിയോ ഫാമിലി വളർന്ന് ഇന്ന് ഭൂഖണ്ഡങ്ങൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാ കോർഡിനേഷനെങ്കിലും ദൈവം ആഗ്രഹിച്ചതുപോലെ ലോകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലെ അതിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം പ്രസംഗിക്കുവാനും ജീവിക്കുവാനും ഈ ഓരോ അംഗവും പ്രവർത്തിക്കുന്നു. മിസിയോയ്ക്ക് ഒരു മീഡിയയുണ്ട്. നമ്മളെല്ലാ എല്ലാ മാസവും 2 പ്രാവശ്യം ഈ മിസിയോയുടെ എഡീഷനായിട്ടുള്ള മിസിയോ വൈബ്സ് മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ അത് ഓൺലൈനായിട്ടാണ് അല്ലെങ്കിൽ നമ്മളുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് വായിക്കത്തക്ക രീതിയിൽ ഇത് തരുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ശക്തി, നമ്മുടെ അടിസ്ഥാനം പ്രാർത്ഥന തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് ഒരു പവർ ഹൗസ് ഉണ്ട്, മിസിയോ പ്രാർത്ഥന ഗ്രൂപ്പ്. എല്ലാ ദിവസവും 2 മണി മുതൽ 3 വരെയുള്ള സമയത്ത് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ മിസിയോയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സുവിശേഷവൽക്കരണത്തിനോട് ചേർന്ന് പോകുന്ന നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങളെയും ഒക്കെ സമർപ്പിച്ച് നമ്മുടെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടിയിട്ട് ഇന്നു മുതൽ ഇതിൽ പുതിയതായി ചേർന്നിരിക്കുന്ന എല്ലാ അംഗങ്ങളെയും ലോകം മുഴുവനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി വരുന്ന സാമ്പത്തികമായിട്ടും അതുപോലെ അവരുടെ ശരീരം കൊണ്ടും അതുപോലെ സമയം കൊണ്ടും നമ്മളെ സഹായിക്കുന്ന സപ്പോർട്ടേഴ്സ് ഗ്രൂപ്പുണ്ട്. ഇങ്ങനെ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളാണ് നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും നമ്മൾ സജീവമാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മളുണ്ട്. ഈ യൂട്യൂബിൽ നമ്മളുടെ 7 നിത്യസത്യങ്ങളെ പറ്റി ടോമിച്ചൻ പുല്ലങ്കാവിൽ എഴുതി വിവിധങ്ങളായിട്ടുള്ള നല്ല ഗായകർ പാടിയിരിക്കുന്ന പാട്ടുകളുണ്ട്. നിങ്ങൾക്കതും സമയം പോലെ തീർച്ചയായിട്ടും ശ്രവിക്കാവുന്നതാണ്. നമ്മുടെ ഈ പറയുന്ന പ്രവർത്തനങ്ങളോട് കൂടെ അതെല്ലാം നമ്മൾക്ക് വലിയ ശക്തി തരുന്നതാണ്, പ്രചോദനം തരുന്നതാണ് എന്നുകൂടി പറയുവാനും ഈ ടീമിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിചയപ്പെടുത്തുവാനായിട്ട് സാധിച്ചതിൽ നല്ല ദൈവത്തിന് നന്ദി പറയുകയും നമുക്ക് മാധ്യസ്ഥം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായിട്ടുള്ള ജോൺ പോൾ II മാർപ്പാപ്പയെയും നമ്മുടെ എല്ലാം അമ്മയായിട്ടുള്ള അമ്മയുടെ സംരക്ഷണത്തിലാണ് നമ്മുടെ മിസിയോയുടെ എല്ലാ പ്രവർത്തനങ്ങളും. അതുകൊണ്ട് തന്നെയാണ് ജപമാലയോടുകൂടി നമ്മൾ തുടങ്ങുക. ഇന്നത്തെ ജപമാല ലീഡ് ചെയ്തത് ബഥനി സിസ്റ്റേഴ്സ്. അവരെ കർണാടകത്തിൽ നിന്നുള്ളവരായതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ ജപമാല ചൊല്ലിയത്. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം മിസിയോ ടീമിൻ്റെ കുടുംബങ്ങൾ മലയാളത്തിലെ ജപമാല ചൊല്ലിയായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. എൻ്റെ ഏറ്റവും വന്യമായിട്ടുള്ള ഹൃദ്യമായിട്ടുള്ള ആശംസകളും നിങ്ങൾക്ക് ഈ വരുന്ന 9 ആഴ്ചകൾ ഒരു വലിയ ആത്മീയ യാത്രയുടെ ബേസ് ക്യാമ്പിലേ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇവിടെ നിന്ന് അടുത്ത ആഴ്ച മുതലുള്ള നമ്മുടെ വിവിധ സെഷനുകളിലെ നിങ്ങളുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തവും അതിനുശേഷം വേർഡ് ഓഫ് ദ ഡേയും പ്രയർ പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ സബ് ഗ്രൂപ്പ് മീറ്റിങ്ങുകളും അതിൽ നിങ്ങളെ ഏൽപ്പിക്കുന്ന ജോലികളും ഒക്കെ ചെയ്യാൻ നല്ല ദൈവം സ്വർഗത്തിലിരുന്ന് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, അതിനുള്ള ശക്തി തരട്ടെ, അതിനുള്ള മനസ്സ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ടീമിനെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ആമേൻ. താങ്ക് യു അഗസ്റ്റിൻ ചേട്ടാ. നമ്മുടെ പ്രിയപ്പെട്ട അഭിവന്യ മാർ ജോയ് ആലപ്പാട്ട് പിതാവ് നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഈ മിസിയോ പ്രിലിംസ് 21ാമത്തെ ബാച്ചിനെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി പ്രിയപ്പെട്ട മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ ഏറെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. എൻ്റെ വീഡിയോ തുറന്നിട്ടില്ലല്ലോ, കാണാമോ? ഇല്ല പിതാവേ, വീഡിയോ കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം.
കേൾക്കാം. എൻ്റെ വീഡിയോ എന്താണോ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് പ്രത്യേകമായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. എത്രയോ പേരുള്ള, ഏതാണ്ട് 800ഓളം പേരുണ്ടെന്നാണ് ഞാൻ കേട്ടത്. മൊത്തം ഇപ്പോൾ നമ്മുടെ ഈ കരിക്മ കേൾക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുള്ളവർ ഇത് 21ാമത്തെ ബാച്ചാണ്. ഞാനും ഇതിലെ ഒരു ബാച്ചിൽ പങ്കുചേർന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അതിൻ്റെതായ ഒരു അനുഭവം, അതിൻ്റെതായ ഉപകാരവും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് സാക്ഷ്യപ്പെടുത്തുകയാണ് ഞാൻ. നമ്മളിങ്ങനെ ഒരുമിച്ച് വന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം ശ്രവിക്കുവാനായിട്ട്, പരസ്പരം അറിയുവാനായിട്ട്, ബന്ധപ്പെടുവാനായിട്ട് ഈ സൂം പ്ലാറ്റ്ഫോം നമ്മെ സഹായിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വിദൂരങ്ങളിലാണെങ്കിലും നമ്മളെ ഒന്നിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രേരണ ശക്തി നമ്മോടുകൂടി ഉണ്ട്. ആ പ്രേരണയിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നമ്മൾ ഈ കെറിക്മ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു പ്രഘോഷണം അല്ലെങ്കിൽ വിളിച്ചു പറയുക എന്നുള്ളതാണ് അതിന്റെ വാച്യാർത്ഥത്തിൽ നാം മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് വിളിച്ചു പറയുവാനുള്ളത്? നമുക്കറിയാം, ഇന്ന് വിളിച്ചു പറയലുകളുടെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആ വിളിച്ചു പറയലുകളെ ഒന്നും തന്നെ മനുഷ്യനെ ക്രിയാത്മകമായിട്ട് സ്വാധീനിക്കുന്നതോ നന്മയിലേക്ക് നയിക്കുന്നതോ ആയ കാര്യങ്ങളല്ല പലതും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപക്ഷെ കൂടുതൽ തിന്മയിലേക്ക് നയിക്കുന്നതോ കൂടുതൽ മനുഷ്യനെ കൺഫ്യൂഷൻ ആക്കുന്നതോ ആയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ എന്താണ് സത്യം എന്നുള്ളത് നമ്മൾ വിളിച്ചു പറയുന്ന ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സന്ദർഭമാണ് നമ്മുടെ ഈ കെറിക്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞതായ ഒരു കാര്യമാണ്. അത് ഈശോ തന്നെയും തന്റെ ദൗത്യം ആരംഭിക്കുന്നത് ഇതാ ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്നുള്ള ഒരു വിളിച്ചു പറയലോടുകൂടിയാണ് ഈശോ തന്നെയും തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. അപ്പൊ നമുക്കും ഈശോയോട് ചേർന്ന് വിളിച്ചു പറയുവാനായിട്ടുണ്ട്. ഒരു മാമോദിസ സ്വീകരിച്ചവരായ നാം ഓരോരുത്തരും നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ്, ഈശോ നമ്മിൽ ആവശ്യപ്പെടുന്ന ഒരു കർത്തവ്യമാണ് ഈ വിളിച്ചു പറയൽ എന്നുള്ളത്. അത് എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന, നമ്മൾ മനസ്സിലാക്കി തരുന്ന ഒരു കോഴ്സാണ്, ഒരു വേദിയാണ് ഈ കെറിക്മ കോഴ്സ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇതിനകം വളരെയധികം പേര് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. അവരെല്ലാം വളരെ പ്രബുദ്ധരായിട്ട് ഇന്നും ഈ കെറിക്മ കൂട്ടായ്മയിൽ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അവരുടേതായ ദൗത്യം അവര് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. അപ്പൊ ആ കൂട്ടായ്മയിലേക്ക് നിങ്ങളും ഇനി ചേരുകയാണ്. അപ്പൊ നമ്മൾ നിശ്ചിതമായിരിക്കുന്ന കർത്തവ്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നതിനും ബോധവതികളാകുന്നതിനുമുള്ള ഒരു സംരംഭമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ദൈവരാജ്യം എന്ന് പറയുന്നത്? അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് എന്ന് നമ്മൾ ലേഖന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും നമ്മൾ അനുഭവിക്കുകയും ആ അനുഭവം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുമുള്ള കടമയാണ് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഇന്ന് നീതിക്ക് വേണ്ടി വളരെയധികം മുറവിളി കൂട്ടുന്ന മനുഷ്യരുണ്ട്. സമാധാനം എല്ലാവരും ആഗ്രഹിക്കുകയും ആകാംക്ഷിക്കുകയും ചെയ്യുന്നവരായിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ സമാധാനം ഇന്ന് ലോകത്തിന് ലഭിക്കുന്നില്ല, നീതിയും ലഭിക്കുന്നില്ല. ആരും പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്നവരല്ല. ചിലപ്പോൾ ലൗകികമായ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവരെ നമ്മൾ ഒരുപക്ഷെ കണ്ടേക്കാം. എന്നാൽ ആ സന്തോഷങ്ങളൊക്കെ നൈമിഷികമായ ചില സന്തോഷങ്ങളാണ്. സ്ഥായിയായ ഒരു സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നീതിയിലേക്കും വരുന്നതാണ് നമ്മുടെ ദൈവരാജ്യ അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ഈശോ തന്റെ പരസ്യ ജീവിത കാലത്ത് ചെയ്തത്. താനുമായി ഇടപഴകിയ എല്ലാവരിലേക്കും
ഈ ദൈവരാജ്യത്തിന്റെ നീതിയും സമാധാനവും ഈശോ കൈമാറുകയുണ്ടായി, അല്ലെങ്കിൽ അവർക്കത് നൽകുകയുണ്ടായി. ആ സമാധാനം നമുക്ക് ഇന്നും തുടരേണ്ടിയിരിക്കുന്നു. അത് അന്ന് ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് നാൾ, ഒരു 3 കൊല്ലം നീണ്ടു നിന്ന ഈശോയുടെ പരസ്യജീവിത കാലത്ത് മാത്രം നടക്കേണ്ടതായ ഒരു കാര്യമായിരുന്നില്ല. അത് തുടർന്നുകൊണ്ട് പോകേണ്ടതിന് വേണ്ടിയിട്ട് ഈശോ ആദ്യം 12 പേരെ തെരഞ്ഞെടുത്തു. അങ്ങനെ അവരെ തെരഞ്ഞെടുത്ത് തന്നോടുകൂടി ആയിരിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കുന്നതിനുമായിട്ട്, ഈ സന്ദേശം കൊടുക്കുന്നതിനുമായിട്ട് അവരെ നിയോഗിച്ചു എന്നാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. ആ നിയോഗം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്നിലൂടെയും നിങ്ങളിലൂടെയുമാണ് ആ ദൗത്യം ഇന്നും തുടർന്നുകൊണ്ട് പോകേണ്ടത്. അതുകൊണ്ട് ഒരു മാമോദീസ സ്വീകരിച്ച് ഈശോയെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ ഏതൊരു ക്രിസ്ത്യാനിയിലും നിക്ഷിപ്തമായിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഈ വിളിച്ചു പറയൽ, അല്ലെങ്കിൽ ഈ ദൈവരാജ്യത്തിന്റെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും മറ്റുള്ളവരിലേക്ക് കൂടി ലഭ്യമാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആ കടമയെക്കുറിച്ച് മനസ്സിലാക്കുവാനും ബോധ്യപ്പെടുവാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലേക്കാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഈ ക്ലാസ്സുകളിലൂടെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പലരും ഇതിനകം അത് അനുഭവിച്ചറിഞ്ഞു, അത് മനസ്സിലാക്കി, അത് കൂടുതൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ദൈവരാജ്യത്തിന്റെ സാക്ഷികളായി മാറുവാനായിട്ടുള്ള ഒരു വിളിയാണ്, ഒരു ആഹ്വാനമാണ് ഇന്നത്തെ ഈ ക്ലാസ്സുകളിലൂടെ, ഇനി തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ മനസ്സിലാക്കലില് ഉണ്ടാകേണ്ട ഉള്ളടക്കം എന്താണ്? ഐ വാണ്ട് ടു പ്രീച്ച്, ഞാൻ എന്താണ് മറ്റുള്ളവരോട് വിളിച്ചു പറയേണ്ടത് എന്നുള്ളതിന്റെ 7 സ്റ്റെപ്പുകൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകും. ആ സ്റ്റെപ്പുകളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടാണ് ഈ കോഴ്സിന്റെ ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് വരാൻ കഴിയുന്നത്. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന വളരെയധികം പേരുണ്ട്. അവരൊക്കെ ഞാൻ ഈ കാര്യത്തിൽ വളരെ അഭിനന്ദിക്കുന്നു. വളരെ മാതൃകാപരമായും വളരെ ആഴമേറിയ പഠനങ്ങളിലൂടെയും ഈ കോഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരതിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഹായിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ അനുസ്മരിക്കുകയും അവർ ദൈവരാജ്യത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ സംരംഭങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് പ്രശംസിക്കുകയും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്കും ആ ഒരു സൗഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഈ കോഴ്സിലേക്ക് ആത്മാർത്ഥമായ സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരു വഴിത്തിരിവിലൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവരാജ്യമാകുന്ന നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങളോട് ആശംസിക്കുകയും ചെയ്യുന്നു. ചെറിയ അജഗണമേ, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് സന്നദ്ധനായിരിക്കുന്നു. അതുകൊണ്ട് ആദ്യമേ തന്നെ നിങ്ങൾ ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക എന്നാണ് ഈശോ നമ്മോട് പറയുന്നത്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് അവർ പ്രയോറിറ്റി. ഈ ദൈവരാജ്യത്തിന്റെ നീതിയും സമാധാനവും അന്വേഷിക്കുക, അത് കണ്ടെത്തുക, അത് പ്രചരിപ്പിക്കുക, അത് മറ്റുള്ളവർക്ക് കൂടി ലഭ്യമാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിന് വേണ്ട തീക്ഷ്ണത നമുക്ക് എല്ലാവർക്കും കർത്താവ് നൽകട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ അപ്പസ്തോലന്മാർ എപ്രകാരമാണോ ഈ കെറിഗ്മ, ഈ വിളിച്ചു പറയൽ നടത്തിയത്, അതുപോലെ നമ്മളുടെ ജീവിതം വഴിയായിട്ടും നമ്മുടെ വാക്കുകൾ വഴിയായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ വഴിയായിട്ടും നമുക്ക് ഏവർക്കും ആ പ്രഘോഷണം നടത്തുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും ആശീർവദിക്കുന്നു. കർത്താവ് ഈശോയെ, ഈ നല്ല ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുന്നു. കെറിഗ്മയിലൂടെ 21ാമത്തെ ബാച്ചിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഇവരെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് വിശദീകരിക്കണമേ, സഫലീകരിക്കണമേ. ആവശ്യമായ ബുദ്ധിശക്തിയും വിവേകവും വിജ്ഞാനവും വിശുദ്ധിയും ആരോഗ്യവും നൽകി അവിടുന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുമായി ഇടപഴകുന്ന എല്ലാ വ്യക്തികളിലേക്കും അങ്ങയുടെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും പ്രദാനം ചെയ്യുവാൻ ഞങ്ങൾക്ക് ഏവർക്കും ലഭിക്കുമാറാകേണ്ടതിന് ഈ കോഴ്സിലൂടെ ഞങ്ങളെ അവിടുന്ന് എക്യുപ്പ് ചെയ്യണമേ, ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. ആവശ്യമായ കൃപാവരം നൽകി ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയുവാനായിട്ട് ഈ അവസരം സാധ്യമായി തീരുമാറാകട്ടെ. ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വളരെയധികം തിരക്കുകളുടെ ഇടയിലും പിതാവ് നമ്മോടൊപ്പം ചേർന്ന് നല്ലൊരു സന്ദേശവും നമുക്ക് അനുഗ്രഹ ആശീർവാദവും നൽകിയിരിക്കുന്നു. പിതാവിന് ഒത്തിരി നന്ദി. താങ്ക് യു. താങ്ക് യു. അടുത്തതായി മിസിയോ കോഴ്സിലൂടെ ദൈവം തന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നമ്മളുമായി പങ്കുവയ്ക്കുന്ന സാക്ഷ്യവേളകളാണ്. അതിലേക്കായി ആദ്യമായി രജിച്ചേട്ടനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് റജിത്ത്. ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര പുനലൂർ രൂപത കൊട്ടാരക്കര സെന്റ് മൈക്കിൾസ് ലത്തീൻ കത്തോലിക്ക ദേവാലയത്തിലെ ഇടവകാംഗമാണ്. ജീവിത പങ്കാളിയും 7th-ലും 2nd സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന 2 ആൺകുട്ടികളും അപ്പനും അമ്മയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞാനൊരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി ചെയ്യുന്നു. തുടക്കത്തിൽ നമ്മുടെ MC ദിശ സഹോദരി സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. തുടർന്ന് വചനം ഇങ്ങനെ സൂചിപ്പിക്കുന്നു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ നിയമിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവികമായ ഒരു തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കാതെ പോയ ഒരു കാലഘട്ടം, നല്ല ഫലം കായ്ക്കുവാൻ കഴിയാതെ പോയ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ശരീരത്തിന് വേണ്ടുന്ന ഭക്ഷണങ്ങളെല്ലാം കൃത്യമായി കൊടുക്കുകയും ആത്മാവിന് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കാതിരിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം. വീട്ടുകാരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി വിശുദ്ധ ബലിയിലൊക്കെ പങ്കെടുക്കും. കൂദാശകളൊക്കെ അതിന്റെ അർത്ഥത്തോടും ഭക്തിയോടും കൂടെ പങ്കെടുക്കാതിരിക്കും, ഏറ്റവും പിറകിൽ നിൽക്കും. അങ്ങനെ ഇടവകയിൽ നിന്നും അൽത്താരിൽ നിന്നും ഏറെ അകലെ മാറി നിന്ന ഒരു കാലഘട്ടം. എന്നാൽ ഈ ഒരു ഇരുണ്ട കാലഘട്ടത്തിന് ഏകദേശം 3 വർഷം മുമ്പ് അവസാനമുണ്ടായിരുന്നു. ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് രാത്രി ഏകദേശം 8 മണിയോടുകൂടി ആയിട്ടുണ്ട്. സ്കൂട്ടർ ഒന്ന് മറിയുകയും ഞാൻ റോഡിൽ വീണ് എനിക്ക് ചെറിയ ചതവുകളും മുറിവുകളൊക്കെ ഉണ്ടായി ഞാൻ വീട്ടിൽ വിശ്രമിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഒരു വചനം ഓർമ്മ വരികയാണ്. ജെറമ്യ 29:11 തിരുവചനം. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി. പ്രിയപ്പെട്ടവരെ, അന്ന് എനിക്ക് മിസിയോയുടെ ലിങ്ക് എൻ്റെ ഫോണിൽ കിട്ടുകയാണ്. ഈ കോഴ്സിനെ കുറിച്ച് ഒന്നും അറിയാതിരുന്ന സമയത്ത് എനിക്കൊരു വിഷമമുണ്ടായിരുന്നു, ഇത് കൂടാൻ സാധിക്കുമോ, കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ തുടരുകയും ഒന്നാമത്തെ നിത്യസത്യമായ ദൈവസ്നേഹത്തെക്കുറിച്ച് അറിയുകയും കേൾക്കുകയും ചെയ്തപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ബോധ്യം കിട്ടി. നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നാം ഏതൊരവസ്ഥയിലും നമ്മെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, വിശ്വാസ പ്രത്യുത്തരം എന്ന നിത്യസത്യത്തിലൂടെ ദൈവത്തിന് വേണ്ടിയിട്ട് എല്ലാം പൂർണ്ണമായി ഒരു കുമ്പസാരത്തിലൂടെ സമർപ്പിച്ചുകൊണ്ട് ഒരു വിശുദ്ധിയിലേക്ക് കടന്നു വരാനുമായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ കൂട്ടായ്മ എന്ന നിത്യസത്യത്തിലൂടെ ദൈവീക കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കണം എന്ന ഒരു ബോധ്യവും എനിക്ക് കിട്ടി. അങ്ങനെ പതിയെ പതിയെ ഞാൻ ഇടവകയുമായി ചേർന്ന് നിൽക്കുവാനായിട്ട് തുടങ്ങി. മുഴുവൻ കുർബാനയിലും എനിക്ക് പങ്കെടുക്കുവാനായിട്ട് കഴിഞ്ഞു. കൂദാശകൾ അതിന്റെ അർത്ഥത്തിലും വ്യാപ്തിയിലും ഭക്തിയിലും കൂടാനായിട്ട് സാധിച്ചു. ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥനകളും ബൈബിൾ വായിക്കുവാനും ഒക്കെ ഇടവകയിൽ നടത്താൻ സാധിച്ചു. പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥനകൾ ചൊല്ലുവാൻ തുടങ്ങി. കാറ്റീസം അധ്യാപനത്തിലേക്കൊക്കെ കടന്നു വരുവാനായിട്ട് സാധിച്ചു. ഇടവകയിലെ അജപാലന സമിതിയിലൊക്കെ പങ്കാളിയാവുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. മാത്രവുമല്ല, എന്നെ മാറ്റിമറിച്ച മിസിയോ ടീമിനോടൊപ്പം ഇന്ന് ഞാൻ മെന്ററായി തുടരുകയും ചെയ്യുന്നു. പരിചയമില്ലാത്ത, നാം കണ്ടിട്ടില്ലാത്ത ആളുകളുമായി പരിചയപ്പെടുവാനും പ്രാർത്ഥനകൾ പരസ്പരം കൈമാറുവാനും കഴിയുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നെന്റെ വാട്സപ്പ് നിറയെ പ്രാർത്ഥനകളും വചനങ്ങളുമായി നിറഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ കോഴ്സിന്റെ ഭാഗമായ വചനവിചിന്തനത്തിലൂടെയും പ്രയർ പാർട്ണറിലൂടെയും നമ്മളെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിക്കും എന്നുള്ളതിൽ യാതൊരുമായ സംശയവുമില്ല. പ്രിയമുള്ളവരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഈ ദൈവിക തെരഞ്ഞെടുപ്പ് നാം മനസ്സിലാക്കുക, നല്ല ഫലം നാം പുറപ്പെടുവിക്കുവാൻ ഓരോരുത്തർക്കും സാധിക്കുക. അതുപോലെ ഈ ഒരു 10 ആഴ്ചക്കാലം
നമുക്ക് നല്ല അനുഭവമാക്കി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദി. ആമേൻ. രചിച്ചേട്ട അടുത്തതായി തന്റെ മിസിയോ അനുഭവം പങ്കുവയ്ക്കുന്നതിനായി ഷെറിൻ ചേച്ചിയെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ഷെറിൻ. ഞാൻ സെന്റ് തോമസ് ഓറഞ്ച് കാലിഫോർണിയയിലെ ഇടവംഗമാണ്. ഞാൻ എൻ്റെ ഭർത്താവിനും 2 മക്കൾക്കും ഒപ്പം ഇവിടെ ജീവിക്കുന്നു. മൂത്തയാൾക്ക് 6 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 3 വയസ്സ്. ഞാൻ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും എന്നതിന് പുറമെ ഞാൻ ദൈവവുമായിട്ട് ഒത്തിരി കണക്റ്റഡ് ഒന്നും ആയിരുന്നില്ല. ദൈവത്തെ ഇച്ചിരി കൂടി അറിയണം, സ്നേഹിക്കണം, മനസ്സിലാക്കണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മൊബൈൽ നോക്കിയപ്പം ഈ മിസ്സിയോടെ ഒരു ലിങ്ക്, എൻ്റെ നൈറ്റ് വിജിൽ ടീമിൽ വന്ന ഒരു ലിങ്ക് ഞാൻ കണ്ടത്. ഒരു ക്ലാസ് ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. ക്ലാസ് ആയതുകൊണ്ട് കേട്ടിരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പിന്നീടാണ് ഇതൊരു ഇന്ററാക്റ്റീവ് കമ്മ്യൂണിറ്റി ആണെന്നും ഡെയിലി റിഫ്ലക്ഷൻസും സാറ്റർഡേ റിഫ്ലക്ഷൻസിനും പ്രെയർ പാർട്ട്നേഴ്സും മീറ്റിംഗ്സും എല്ലാം ഉണ്ടെന്ന് അറിഞ്ഞത്. വലിയൊരു മലയായിരുന്നു എന്നെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഡെയിലി റിഫ്ലക്ഷൻസ് ഒക്കെ ഞാൻ അച്ഛന്മാർ പറയുന്നത് കേട്ടോണ്ടിരിക്കും എന്നല്ലാണ്ട് ആ ഭാഗത്തെയുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ലായിരുന്നു. ഞാൻ ഒട്ടും വിചാരിച്ചുമില്ല ഇതൊക്കെ ചെയ്യുമെന്ന്. പിന്നീട് 2-3 കാര്യങ്ങളാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. ഒന്ന്, പലപ്പോഴും ക്വിറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം ഡെയിലി റിഫ്ലക്ഷൻസ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഓരോരുത്തർ എൽസി ചേച്ചിയും ബെന്നി ചേട്ടനും ജെസി ചേച്ചിയും ഒക്കെ ഇടുന്നത് കാണുമ്പം ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവരുടെ സംസാരം എല്ലാം കേട്ടിട്ട് എന്നെ കൊണ്ടൊന്നും ഒട്ടും പറ്റത്തില്ല എന്നായിരുന്നു എൻ്റെ വിചാരം. പിന്നീട് 2 ആഴ്ച അതുകൊണ്ട് ഇൻവോൾവേ ആയിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പം പ്രെയർ പാർട്ട്ണർ ലിസ്റ്റ് ഇടാൻ തുടങ്ങിയപ്പം പിറ്റി ചേച്ചിയായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രെയർ പാർട്ട്ണർ. ചേച്ചിയായിട്ട് സംസാരിച്ചപ്പം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്ന് 2-3 ആഴ്ച ട്രൈ ചെയ്തിട്ട് പറ്റില്ലെങ്കിൽ നീ ക്വിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ ചേച്ചി പറഞ്ഞൊരു കാര്യം, നീ ഒരു സ്റ്റെപ്പ് എടുത്താലാണ് ദൈവം 10 സ്റ്റെപ്പ് എടുക്കുള്ളൂ എന്നുള്ളത്. അപ്പൊ ഒരു സ്റ്റെപ്പ് അല്ലാതെ എടുത്തേക്കാന്ന് വിചാരിച്ചു. പിന്നീട് ആ സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു വചനമായിരുന്നു 1 ജെറമ്യ 4 മുതലുള്ള വാക്യങ്ങള്. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, മാതാവിന്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിനു മുന്നേ ഞാൻ നിന്നെ അറിഞ്ഞു. ദൈവമായ കർത്താവെ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവുമില്ല. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നത് എന്തും നീ സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. ഇതെല്ലാം കൂടി ആയപ്പോ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു മെസ്സേജ് ദൈവം പറയുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. പിന്നീട് 7 നിത്യസത്യങ്ങളെ കുറിച്ച് വചനത്തിന്റെ അടിസ്ഥാനത്തിലും CCD അടിസ്ഥാനത്തിലും ഓരോന്ന് പറഞ്ഞു തന്നപ്പം കാര്യങ്ങളെല്ലാം കുറെ തെളിഞ്ഞു വന്നു, മനസ്സിലായി തുടങ്ങി. ആദ്യമൊക്കെ വിചാരിച്ചായിരുന്നു ഈ വചനവിചിന്തനം അറിയാവുന്നവർക്കൊക്കെ ചെയ്താൽ പോരെ, എന്തിനാ ഒന്നും അറിയാത്ത എന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നീട് അത് ചെയ്യാൻ തുടങ്ങിയപ്പം, കേൾക്കുന്നതിനെക്കാട്ടും അത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഇച്ചിരി കൂടെ ദൈവത്തെ അനുഭവിക്കാനും എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനാവശ്യമായിട്ട് ഒത്തിരി ഫോൺ യൂസ് ഉണ്ടായിരുന്നു. ഒത്തിരി ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക, പിന്നെ ഒത്തിരി ഫിലിം ന്യൂസ് ഒക്കെ ഇരുന്ന് കാണുക, അതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറിപ്പോയി. ഭയങ്കര സ്ട്രഗിൾ ചെയ്തിരുന്നൊരു മേഖലയായിരുന്നു എൻ്റെ ദേഷ്യം. അതൊക്കെ ഒത്തിരി കുറഞ്ഞു. ഭയങ്കര സമാധാനമുണ്ട് ഇപ്പം. പിന്നെ മനുഷ്യരങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ അവരിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുമായിരുന്നു ഞാൻ. പൂർണ്ണതയിൽ ദൈവം മാത്രമേ ഉള്ളൂ, മനുഷ്യരിലെല്ലാം കുറവുണ്ട് എന്നുള്ളൊരു ബോധ്യം കിട്ടി. മിസ്സിയോ എനിക്കൊരു അനുഗ്രഹം തന്നെയായിരുന്നു. മിസ്സിയോ കൂടുന്നതിന് മുന്നേ ഉള്ള ഞാനും ശേഷമുള്ള ഞാനും തമ്മിൽ ഒത്തിരി വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെടുവോ, ദൈവം ആഗ്രഹിക്കുന്നതാണോ ഇതൊക്കെ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എല്ലാത്തിനെയും ഓർത്ത് എല്ലാവർക്കും ഒത്തിരി നന്ദി. മിസ്സിയോടെ കോർ ടീമും പ്രത്യേകം എൻ്റെ സബ് ഗ്രൂപ്പ് ടീമും എല്ലാവരെയും ഓർത്ത് പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി. എല്ലാവരും സ്നേഹത്തോടെ ഓർക്കുന്നു. താങ്ക് യു. താങ്ക് യു ഷെറിൻ ചേച്ചി. അടുത്തതായി ബീന ചേച്ചിയെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ബീന ബോസ്. ഞാൻ കോഴിക്കോട് കുന്നമംഗലം ഇടവാംഗമാണ്. വീട്ടിൽ ഹസ്ബൻഡും 2 മക്കളുമുണ്ട്. ഞാൻ മിസ്സിയോ ഗ്രൂപ്പിൽ വരുന്നതിന് മുമ്പ് എൻ്റെ ആത്മീയ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ധാരാളമായി ജപമാല ചൊല്ലുമായിരുന്നു, വചനം വായിക്കുമായിരുന്നു. എന്നാൽ എനിക്ക് വചനത്തെ കുറിച്ച് അങ്ങനെ ആഴമായ ഒരു അറിവൊന്നുമില്ലായിരുന്നു. സബ് ഗ്രൂപ്പിലൂടെ ഡെയിലി ഓരോ വചനം ലഭിക്കുമ്പോൾ
ഗ്രൂപ്പ് അംഗങ്ങൾ അത് ആശയങ്ങൾ അവർക്ക് കിട്ടിയത് വ്യക്തമാക്കുകയും പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് വചനത്തെക്കുറിച്ചൊരു അറിവും ബോധ്യമൊക്കെ കിട്ടി. അങ്ങനെ കൂടുതൽ നല്ല വചനങ്ങൾ പഠിക്കാൻ സാധിച്ചു. പിന്നീട് മാനസാന്തര പ്രത്യുത്വത്തെക്കുറിച്ചുള്ള ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ മനസ്സൊരു ആശ്വാസം തന്നെയായിരുന്നു. കാരണം ഞാൻ നന്നായി ഒരുങ്ങി കുമ്പസാരിക്കും, പശ്ചാത്തപിക്കും, അനുതപിക്കും ഒക്കെ ചെയ്യും. പക്ഷേ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും വീണ്ടും അതേ പാപങ്ങൾ തന്നെ ചെയ്യുമായിരുന്നു. അത് മനസ്സിന് വളരെ സങ്കടമായിരുന്നു. എന്നാൽ ക്ലാസ്സിലൂടെ മനസ്സിലായി മാനസാന്തരം എന്നുള്ളത് ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല, അതൊരു നിരന്തര പോരാട്ടമാണെന്ന്. അത് അങ്ങനെ നല്ല ബോധ്യം ലഭിച്ചതോടുകൂടി കൂടുതൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനും പ്രാർത്ഥനയിലൂടെ അതിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു കൃപ ലഭിച്ചു. പിന്നീട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേക പ്രാർത്ഥനയിലൂടെ ആത്മാവിന് വേണ്ടി നിരന്തരം ദാഹിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ ലഭിച്ചു. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ജപമാലയും വചനവും ഒക്കെ പറഞ്ഞ് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സബ് ഗ്രൂപ്പിലെ അഭിഷേക പ്രാർത്ഥനയ്ക്ക് ശേഷം പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം ലഭിച്ചു. അതിനായിട്ട് ഞാൻ പിറ്റേ ദിവസം ആ അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വേണ്ടെന്ന് വെച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഫലമായിട്ട് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ദർശനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. തീയ്, വെള്ളം, തേന്, പാല് എന്നിങ്ങനെ വിവിധ രൂപത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. അതിനെക്കുറിച്ചുള്ള വിശദീകരണവും ആത്മാവ് തന്നെ പറഞ്ഞു തന്നു. വീണ്ടും ഞാൻ അതേ കാര്യം തന്നെ തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നതിന്റെ ഫലമായിട്ട് ഈ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, യേശയ്യാപ്രവാചകം 58:11 പറയുന്നുണ്ടല്ലോ. അങ്ങനെ കർത്താവിന്റെ നിരന്തരം നയിക്കുന്ന ഒരു അനുഭവം ലഭിക്കാൻ കഴിഞ്ഞു. ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. പിന്നെ പരിശുദ്ധാത്മാവ് മറന്നു പോകുന്ന പല കാര്യങ്ങളും ഓർമ്മിപ്പിച്ചു തരുന്നു. വചനങ്ങൾ ഇങ്ങനെ ദർശനത്തോട് പറഞ്ഞു തരും. ദൈവസ്വരം കേൾക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആത്മാവിന്റെ വലിയൊരു അഭിഷേകം അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. പിന്നീട് ആത്മീയ ജീവിതത്തിലെ വിശുദ്ധിക്കാണ് ഏറെ പ്രാധാന്യമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തു. പക്ഷെ വിശുദ്ധിയിലായിരുന്നു കൊണ്ട് നമുക്ക് കിട്ടിയ ഈശോയെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ അനേകർക്ക് പങ്കുവെക്കണമെന്നുള്ള ഒരു ബോധ്യം ലഭിച്ചു. സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ ദുരിതം, അത് നമ്മുടെ കടമയാണ് എന്നുള്ള അറിവുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ മറ്റുള്ള ഒരു ഉത്തരവാദിത്തം എന്ന രീതിയിലായിരുന്നു ഞാൻ ജീവിച്ചത്. എന്നാൽ മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തിയും ഈശോയെ പങ്കുവെക്കണം എന്നുള്ള ആ അറിവ് ലഭിച്ചതോടുകൂടി അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ട്. അതും ഈശോയെ അറിയാത്തവരിലേക്ക് ഈശോയെ പകർന്നു കൊടുക്കണമെന്നുള്ള ഒരു ചിന്തയിലൂടെ ജീവിക്കാൻ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വളരെ കുറച്ച് സമയം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്ന മിസ്സിയോ ടീമിനും ദൈവത്തിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു ബീന ചേച്ചി. അടുത്തതായി നമുക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനും അനുഗ്രഹ സന്ദേശം പങ്കുവെക്കുന്നതിനുമായി നമ്മുടെ ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ മാത്യു പുതിയത്തച്ഛനെ ഏറെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഈശോയെ സഹായിക്കുക. സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറ്റം പ്രിയപ്പെട്ട അഭിമന്യ പിതാവേ, പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, പ്രിയ മതാധ്യാപകരെ, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ കടന്നുപോയ നിമിഷങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞവരുടെ വലിയ പങ്കുവയ്ക്കല്, സാക്ഷ്യപ്പെടുത്തലാണ് കേട്ടുകൊണ്ടേയിരുന്നത്. ഇത്ര വലിയൊരു ഗ്രൂപ്പ് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. തീർച്ചയായിട്ടും ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് മിസ്സിയോ ഗ്രൂപ്പിനോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ട്. അതിന് വളരെ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ കുറേയേറെ പേരെ ഈ ഒരു ശുശ്രൂഷ മേഖലയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതിലും ഞാൻ വളരെയേറെ ദൈവത്തിന് നന്ദി പറയുകയാണ്.
ഒരു 10 ദിവസത്തെ കെറിഗ്മ കോഴ്സ് കൂടുവാനായിട്ടുള്ള ഒരു സാഹചര്യം, ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അന്ന് ആലിസ് ചേച്ചിയുടെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് പിന്നീട് ഉള്ള ഒരു പൗരോഹിത്യ ജീവിതത്തിലെ പ്രത്യേക ഒരു അവസരത്തിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ ശുശ്രൂഷ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ പല കുറവുകളും എന്നിലുണ്ട് എന്ന് ബോധ്യം ഉണ്ടായപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കെറിഗ്മ കോഴ്സിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. അതിൽ പിന്നീട് ഈ ഒരു കോഴ്സിന് കൂടിയതിന് ശേഷം വളരെ ധൈര്യത്തോടുകൂടെ, വളരെ മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ തീക്ഷ്ണതയോടെ കർത്താവിനെ പ്രഘോഷിക്കുവാൻ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ പ്രഘോഷിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അത് ഏതൊരു വേദി എപ്പോൾ പറഞ്ഞാലും ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം എന്നിൽ സംഭവിച്ചതായിട്ട് ഞാൻ തിരിച്ചറിയുന്നത്. ഒപ്പം തന്നെ ആ സാഹചര്യം ഞാൻ ഇപ്പോഴും പലരോടും ഞാൻ പങ്കുവയ്ക്കാറുണ്ട്. ആലുവയില് കളമശ്ശേരിയിലെ മാവുസിലാണ് ഞാൻ ആ കോഴ്സ് കൂടുന്നത്. അന്ന് പരിചയമില്ലാത്തവരെയൊക്കെ അന്ന് പരിചയപ്പെടുവാനായിട്ട് സാധിച്ചു. ഞങ്ങളെ 2 പേരായി, ഈ 2 പേരായി പല ഇടങ്ങളിലേക്ക് ദൈവസ്നേഹം പ്രഘോഷിക്കാനായിട്ട് പറഞ്ഞയച്ചു എന്നുള്ള ആ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോഴും വളരെ അത്ഭുതത്തോടുകൂടെ ഞാൻ ഓർക്കുന്നത്. എന്നെയും മറ്റൊരു സഹോദരിയെയും ഒരുമിച്ച് അയച്ചത് ആലുവ മാർക്കറ്റിലേക്കാണ്. നിങ്ങൾ അവിടെ പോയിട്ടാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കണമെന്ന് നിർദ്ദേശം നൽകിയത്. ചിലരെ ആശുപത്രികളിലേക്ക്, ചിലരെ ബസ് സ്റ്റാൻഡിലേക്ക്, ബസ് സ്റ്റോപ്പിലേക്ക്, അങ്ങനെ പല ഇടങ്ങളിലേക്ക് അയച്ചു. പക്ഷേ എനിക്ക് ലഭിച്ചതും ഞങ്ങൾക്ക് 2 പേർക്ക് ലഭിച്ചത് ആലുവ മാർക്കറ്റിലേക്ക് ചെന്ന് ഈശോയെ പ്രഘോഷിക്കണം, ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കണം എന്നുള്ള ഒരു സന്ദേശമായിരുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആമുഖത്തിലും പറഞ്ഞതുപോലെ ഒരു പവർ ഹൗസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥനയുടെ ഒരു പവർ ഹൗസ്. അത്ഭുതമെന്നോണം ഞങ്ങൾക്ക് ആ മാർക്കറ്റിൽ പോയി പലരോടും ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് ഞങ്ങൾക്ക് അന്ന് സാധിച്ചു. ഞാനിത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പങ്കുവച്ചത് മറ്റൊന്നും കൊണ്ടല്ല. ഇന്നിവിടെ ആദ്യമായിട്ടും ചിലപ്പോൾ 2ാമതും 3ാമതുമൊക്കെ പങ്കെടുക്കുന്നവർ, അല്ലെങ്കിൽ ഇതിൻ്റെ നേതൃത്വത്തിലേക്കൊക്കെ വന്നിട്ടുള്ളവരുടെ ഒക്കെ ജീവിതാനുഭവത്തിലേക്ക് വരാനായിട്ട് പോകുന്ന, അല്ലെങ്കിൽ വന്നിട്ടുള്ള ഒരു കാര്യം എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ആ ഒരു അനുഭവം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും അത് പങ്കുവയ്ക്കുവാനായിട്ടോ പ്രഘോഷിക്കാനായിട്ടോ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട്. പല തടസ്സങ്ങളും അതിനുണ്ട്. ചിലപ്പോൾ നമ്മുടെ ചില മനോഭാവങ്ങളൊക്കെ ആവാം അതിൻ്റെ പിന്നിലുള്ളത്. അതിൻ്റെ യഥാർത്ഥമായ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നിങ്ങൾ അടുത്ത് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബന്ധനം, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ബന്ധനം അഴിച്ചു മാറ്റാനായിട്ട്, അഴിഞ്ഞു പോകാനായിട്ട് നമ്മുടെ ഈ ഒരു കോഴ്സിൽ, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സുകളിലൂടെ, ദൈവത്തിന്റെ വചനത്തിലൂടെ, സഭയുടെ അടിസ്ഥാന പ്രബോധനങ്ങളിലൂടെ ഒക്കെ നമുക്ക് വ്യക്തമായിട്ട്, കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് വളരെ സത്യമാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നതിന് ആഗ്രഹിക്കുന്നില്ല, നമുക്ക് സമയത്തിന്റെ പരിമിതികളുണ്ട്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഈ കോഴ്സിലേക്ക് പങ്കെടുക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ് എന്ന് മാത്രമല്ല, നിങ്ങൾക്കൊരു വലിയ അനുഭവം ഇതിലൂടെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ കടന്നു വരും, ഉറപ്പാണ് ആ കാര്യം. നിങ്ങൾക്ക് നല്ല പ്രഘോഷകരാകാൻ, നമുക്കെല്ലാവർക്കും നല്ല സുവിശേഷ പ്രഘോഷകരാകാൻ, ജീവിക്കുന്നവരാകാനായിട്ട് ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് സാധിക്കും. അതിനുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്.
ദീർഘമായിട്ടും പറയാനായിട്ടുള്ളൊരു അവസരം അല്ല ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കോഴ്സിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് അലിസുട്ടി ചേച്ചിയെയും ടോമിച്ചൻ ബ്രദറിനെയും അങ്ങനെ തുടങ്ങുന്ന എല്ലാവരെയും, ഒരുപാട് പേരെടുത്ത് പറയാനായിട്ടുണ്ടെങ്കിലും ഞാൻ അവരെ ചുരുക്കിയാണ്. അവർ നേതൃത്വം കൊടുക്കുന്നതിന് ദൈവം കൂടുതൽ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ കോഴ്സിൽ പങ്കെടുക്കുവാനായിട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും വിശ്വാസ പരിശീലകരായിട്ട്, മതബോധന അധ്യാപകരായിട്ടുള്ളവരുണ്ട്. അവരെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് സ്പർശിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി. വളരെ ഇൻസ്പയറിംഗ് ആയ നല്ലൊരു മെസ്സേജ് നൽകി ഞങ്ങൾക്ക് ആശംസ അർപ്പിച്ച മാത്യു അച്ഛന് ഒത്തിരി നന്ദി. അടുത്തതായി മിസിയോ കോഴ്സ് ഇൻട്രൊഡക്ഷൻ നൽകുന്നതിന് വേണ്ടി മിസിയോ റിസോഴ്സ് ടീം അംഗമായ ടോമിച്ചൻ ചേട്ടനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂട്യൂബിലൂടെയും അതുപോലെ സൂമിൽ ഡയറക്റ്റായിട്ടും ഈ കോഴ്സിൽ ഈ സെഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ഈ 10 ആഴ്ച കൊണ്ട് തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മൾ ഇപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് പെട്ടെന്ന് അല്പസമയം മുമ്പോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോഴ്സിനെ കുറിച്ച് പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യേശുവിനെ അറിയുക, അനുഭവിക്കുക, ജീവിക്കുക, പ്രഘോഷിക്കുക. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഇന്നത്തെ ലോകത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് യേശുവിനെ അറിയേണ്ടതുപോലെ അറിയാനും അതുപോലെ അനുഭവിച്ച് ജീവിക്കാനും അങ്ങനെ ജീവിച്ചുകൊണ്ട് പ്രഘോഷിക്കാനും സാധിക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കാര്യം. ഇവിടെ നമുക്ക് കാണാം, സുവിശേഷം സർവ്വ ജനങ്ങൾക്കുമുള്ളത് എന്ന് എഴുതി വെച്ചിട്ട് മിസ്റ്റർ പോൾ ആറാമൻ മാർപ്പാപ്പ ഇവാഞ്ചലി നൂൻസിയാന്തി എന്ന് പറയുന്ന അപ്പസ്തോലി ആഹ്വാനത്തിന്റെ 13ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, ദൈവരാജ്യം സമാഗതമായി, അത് എല്ലാ കാലത്തേക്കുമുള്ള സർവ്വ ജനങ്ങളെയും ഉദ്ദേശിച്ച് ഉള്ളതാണ്. സുവിശേഷം ആശ്ലേഷിക്കുകയും അതുവഴി രക്ഷാകരമായ ഒരു സമൂഹമായി തീരുകയും ചെയ്യുന്നവർക്ക് ആ സന്ദേശം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നതിനുള്ള കർത്തവ്യമുണ്ട്. സുവിശേഷം സ്വീകരിച്ച് അത് രക്ഷാകരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമൂഹമായിട്ട് സ്നേഹിച്ച് സഹകരിച്ച് ജീവിക്കുന്നവർക്ക് ഇത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാനുള്ള കർത്തവ്യമുണ്ട്. ഞാൻ അനുഭവിക്കുന്ന സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഇല്ലെങ്കിൽ ഞാനൊരു സ്വാർത്ഥനായി ചിത്രീകരിക്കപ്പെടും. പ്രിയമുള്ളവരെ, സഭയുടെ ആരംഭകാലത്ത് പ്രൈമറി ഫോക്കസ് വാസ് ഗിവൺ ടു പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ സുവിശേഷം സ്വീകരിച്ച് ആശ്ലേഷിച്ച് വ്യക്തിപരമായി സുവിശേഷവൽക്കരിക്കപ്പെട്ടവർക്കാണ് മാമോദീസ നൽകപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ സഭയിൽ അംഗത്വം നൽകപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് മുൻപോട്ട് വന്നപ്പോൾ 4ാം നൂറ്റാണ്ടിലൊക്കെ വന്നപ്പോഴേക്കും ഈ ശിശു മാമോദീസ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ടീച്ചിങ് ഡോമിനേറ്റഡ് ദ പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ മാമോദീസ സ്വീകരിച്ചവരെ മതബോധനം നൽകി വളർത്തുവാൻ പരിശ്രമിച്ചു. അപ്പോൾ അവിടെ മുതൽ അത് അങ്ങനെയാണ് സാധിച്ചത്. കാരണം അനേകർക്ക് ശിശു മാമോദീസ വന്നു കഴിഞ്ഞപ്പം അവരെ മതബോധനം നൽകി അവരെ വളർത്തേണ്ടതിന്റെ ആവശ്യകത വന്നതോടുകൂടി അങ്ങനെയാണ് പിന്നീട് ഇങ്ങോട്ട് വന്നത്. അപ്പൊ അവിടെ ഒരു പ്രശ്നം വന്നത് എന്താന്ന് വെച്ചാൽ an urgency of evangelization within the church അവിടെ ഉരുത്തിരിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെയാണ് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ സുവിശേഷവൽക്കരണം അഥവാ വീണ്ടും ജനനം എന്ന പ്രക്രിയ അനിവാര്യമായി തീരുന്നു. കാരണം ഇത് നഷ്ടമായി പോവുകയാണ് ഇങ്ങനെ വരുമ്പോൾ. ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത് ബോധപൂർവം, നമുക്കറിയാം ശിശു മാമോദീസായിലൂടെ പിന്നെ മതബോധനത്തിലൂടെ വളർന്നു വരിക, എന്നാൽ ബോധപൂർവം യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വീണ്ടും ജനനത്തിലേക്ക്, നമുക്കറിയാം നിക്കോദേമോസിനോട് ഈശോ പറഞ്ഞ ആ ഒരു വീണ്ടും ജനനം സാധ്യമാകേണ്ടത് ഓരോ വ്യക്തിക്കും അനിവാര്യമായി തീരുന്നു. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷത്തിന്റെ ആനന്ദം എന്ന് പറയുന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അടിസ്ഥാന സുവിശേഷ സന്ദേശത്തിന്റെ ഈ പ്രാരംഭ പ്രഘോഷണം നാം തുടരെ കേൾക്കണം, അല്ലെങ്കിൽ ഇത് നൽകപ്പെടണം
എന്ന് പറയുക. എന്തിനു വേണ്ടിയാ? വീണ്ടും ജനിക്കാൻ. വീണ്ടും ജനിക്കാൻ ഒരു മനുഷ്യനെ സഹായിക്കുന്നത് ഈ അടിസ്ഥാന സുവിശേഷ സന്ദേശത്തിന്റെ പ്രാരംഭ പ്രഘോഷണം വീണ്ടും വീണ്ടും തുടരെ തുടരെ കേൾക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ സുവിശേഷവൽക്കരിക്കപ്പെടുന്നത് എന്ന് പറയുക. ഇവിടെ നിങ്ങൾക്കൊരു പദം കാണാം, ഒരു ഗ്രീക്ക് പദമാണ് കെറിഗ്മ. കെറിഗ്മ എന്ന പദത്തിന്റെ അർത്ഥം പ്രൊക്ലെയിം ചെയ്യുക, പ്രഘോഷിക്കുക, വിളംബരം ചെയ്യുക, വിളിച്ചു പറയുക എന്നൊക്കെയാണ്. ഈ പദമാണ് നമ്മൾ ഇനി തുടരെ കേൾക്കാനായിട്ട് പോകുന്നത്. ഈ കോഴ്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ജോസ് പ്രാദോ ഫ്ലോറസ് എന്ന് പറയുന്ന മെക്സിക്കൻ ആയിട്ടുള്ള ഒരു അൽമായ മിഷണറിയും അദ്ദേഹവുമായിട്ട് നമ്മളിപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ 74 വയസ്സുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു. അതുപോലെ തന്നെ 1999 മരണപ്പെട്ട കാനഡയിലെ ക്യൂബക്കിൽ നിന്നുള്ള ഫാദർ എമിലിയാനോ താഡിഫ്, അദ്ദേഹം ഇപ്പോൾ ബിയാറ്റിഫിക്കേഷൻ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം 99 മരണപ്പെട്ടു. അദ്ദേഹം മെക്സിക്കോയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു കോഴ്സാണിത്. എന്ന് പറഞ്ഞാൽ ഈ 2 പുസ്തകങ്ങളെ ആസ്പദമാക്കി, എന്ന് പറഞ്ഞാൽ ഇവാഞ്ചലി നൂൺസിയാന്തി, സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്ന വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ 1975 പുറപ്പെടുവിച്ച അപ്പസ്തോലിക ആഹ്വാനവും വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ 1990 പുറപ്പെടുവിച്ച രക്ഷകന്റെ മിഷൻ അഥവാ റിഡംതോരിസ് മിസ്സിയോ എന്ന് പറയുന്ന ചാക്രിക ലേഖനവും, ഈ 2 പുസ്തകങ്ങളെ ആസ്പദമാക്കി ഇതിൽ കണ്ട മിഷണറി തീക്ഷ്ണത കൊണ്ട് രൂപപ്പെടുത്തിയ ഒരു കോഴ്സാണ് ഇത്. ഇതൊരു സഭാത്മക പഠനമായി നമ്മൾ മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വിവിധങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ കാണാം. ബൈബിൾ ഉണ്ട്, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഉണ്ട്, അതുപോലെ തന്നെ കൗൺസിലിന്റെ പ്രമാണ രേഖകളുണ്ട്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമുണ്ട്, വിവിധങ്ങളായിട്ടുള്ള ചാക്രിക ലേഖനങ്ങൾ, അപ്പോസ്തോലിക ആഹ്വാനങ്ങളും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മിഷനെ സംബന്ധിക്കുന്ന ഏത് അപ്പോസ്തോലിക ആഹ്വാനങ്ങളിൽ നിന്ന് കിട്ടിയാലും, ഏത് ചാക്രിക ലേഖനങ്ങളിൽ നിന്ന് കിട്ടിയാലും, പിതാക്കന്മാരിൽ നിന്ന് പിതാക്കന്മാരിൽ നിന്ന് എന്ത് അറിവ് ലഭിച്ചാലും അതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഈ കോഴ്സ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ കോഴ്സിന്റെ മോട്ടോ എന്ന് പറയുന്നത്, ഞങ്ങൾ എളുപ്പത്തിൽ പറയും, തമാശ രീതിയിൽ എളുപ്പത്തിൽ പറയുന്ന 2T22 എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 2 തിമോത്തി 2:2, അനേകം സാക്ഷികളുടെ മുൻപിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക എന്ന പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് കൊടുത്ത ആഹ്വാനമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ വചനത്തിൽ ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞു പോകാം. അനേകം സാക്ഷികളുടെ മുൻപിൽ വെച്ചെന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ച് സഭയിൽ നിന്ന് അനേകം സാക്ഷികളുടെ മുമ്പിൽ, സഭയിൽ നിന്ന് നീ എന്നിൽ നിന്ന് കേട്ടവ എന്ന് പറയാ, സഭയിൽ നിന്ന് നിനക്ക് ലഭിച്ച കാര്യങ്ങൾ എന്ന് പറയാം. അത് മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള, എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക എന്നാണ് പറയുക. അപ്പൊ എന്ന് പറഞ്ഞാൽ റിസോഴ്സ് ട്രെയിനിങ് ആണ്. എന്ന് പറഞ്ഞാൽ അനേകരിലേക്ക് സുവിശേഷം എത്തിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകളെ രൂപപ്പെടുത്തണമെന്ന് ഇവിടെ നല്ലൊരു ആഹ്വാനം നമുക്ക് കാണാൻ സാധിക്കുക. അത് തന്നെയാണ് നമ്മൾ ഈ കോഴ്സിന്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. ലോക സുവിശേഷവൽക്കരണം, ദൈവരാജ്യത്തിന്റെ സംസ്ഥാപനം, അതാണ് നമ്മൾ ഇവിടെ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ നൽകുന്നത് ഈ അടിസ്ഥാന സുവിശേഷ സന്ദേശത്തിന്റെ പ്രാരംഭ പ്രഘോഷണമാണ്. യേശു പ്രഘോഷിച്ച ആ പ്രഘോഷണമാണ് നമ്മൾ നൽകുന്നത്. അത് എന്തിനാണെന്നറിയാമോ? ടു ഇവാഞ്ചലൈസ് ദ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ സുവിശേഷവൽക്കരിക്കുവാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ അവരെ പ്രഘോഷിക്കാൻ പഠിപ്പിക്കുക. നമ്മൾ മാത്യുച്ചൻ പറഞ്ഞത് കേട്ടല്ലോ, പ്രഘോഷിക്കാൻ പഠിപ്പിച്ച് മാർക്കറ്റുകളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ഹെസിറ്റേഷനൊക്കെ ഒന്ന് മാറിയിട്ട് മറ്റുള്ളവരുടെ സുവിശേഷ സന്ദേശം നൽകാനുള്ള ഒരു വലിയ കൃപ നമുക്ക് ലഭിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ പരിശീലകരെ പരിശീലിപ്പിക്കുക. അപ്പൊ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നിപ്പം നമുക്കറിയാം അനേക കാറ്റക്കിസം ടീച്ചേഴ്സും ഉണ്ട്. അപ്പൊ അങ്ങനെ പരിശീലകരാണ് അവര്. ആ പരിശീലകരെ പരിശീലിപ്പിക്കുക. അതുപോലെ അനേക റിസോഴ്സസുകളെ രൂപപ്പെടുത്തുക. പിന്നെ ടീംസ് ആൻഡ് സ്കൂൾസ് ഓഫ് ഇവാഞ്ചലൈസേഷൻ, അത് ലോകമെമ്പാടും അനേക ഇടങ്ങളിൽ രൂപപ്പെടണം. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവര് അമേരിക്കയിലും എന്താ പറയുക, ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഉള്ളവരുണ്ട്. അവിടെ എല്ലാം ഓരോ ടീമുകൾ രൂപപ്പെടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതാണ് നമ്മുടെ ഫോക്കസും. ഇനി ഈ പ്രിലിംസ് കോഴ്സ് പോകുന്നത് നമുക്കറിയാം, അഗസ്റ്റിൻ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അഗസ്റ്റിൻ ഞാൻ പറഞ്ഞത് 36 ക്ലാസ്സുകളുള്ള ഒരു 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു റെസിഡൻഷ്യൽ കോഴ്സിന്റെ ആ സബ്ജക്റ്റുകളിൽ നിന്ന് 8 കാര്യങ്ങൾ, 7 വിഷയങ്ങളാണ്, അതിനെ 8 ആയിട്ട് വിഭജിച്ചിരിക്കുകയാണ്. 8 കാര്യങ്ങൾ
അടർത്തിയെടുത്തിട്ടാണ് നമ്മൾ ഈ മിസിയോ പ്രിലിംസ് കോഴ്സ് നടത്തുന്നത്. ആ 8 കാര്യങ്ങളാണ് ഈ കാണുന്നത്: ദൈവസ്നേഹം, പാപാവസ്ഥ, യേശു രക്ഷകൻ, വിശ്വാസം, മാനസാന്തരം, പരിശുദ്ധാത്മാവ്, കൂട്ടായ്മ, സുവിശേഷ പ്രഘോഷണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹം, ദൈവ മനുഷ്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള ആ പറുദീസ അനുഭവം, അതായിരുന്നു ദൈവത്തിന്റെ പ്രാഥമിക പദ്ധതി, ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിൽ നിന്ന് വേർപെട്ടു പോയ, പാപാവസ്ഥയിൽ അകപ്പെട്ടു പോയ മനുഷ്യകുലം, ആ മനുഷ്യകുലം പാപാവസ്ഥയിൽ നിറഞ്ഞിങ്ങനെ ജീവിച്ചപ്പോൾ, എന്നാ ദൈവത്തിന്റെ രൂപസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആരുടെ രൂപസാദൃശ്യത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടുവോ ആ രൂപസാദൃശ്യം തന്നെ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടി ഒരു പദ്ധതി ഒരുക്കുന്നു. അത് ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്ത ഒരു രക്ഷാകര പദ്ധതി. ആ പദ്ധതിയിലൂടെ നമ്മെ രക്ഷിച്ച് യേശു കടന്നു വന്നു. ആ യേശുവിലുള്ള വിശ്വാസവും മാനസാന്തരവും ഇത് മനുഷ്യന്റെ പ്രത്യുത്തരമാണ്. ഈ പ്രത്യുത്തരത്തിലൂടെ നമ്മൾ മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് നമ്മുടെ പാപകടങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം രക്ഷിച്ചവനായ യേശുക്രിസ്തുവിന് സമർപ്പിക്കുമ്പോൾ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറയ്ക്കുകയും ആ പരിശുദ്ധാത്മ നിറവിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നാം അറിയാതെ നമ്മിലേക്ക് ദൈവത്തിന്റെ സ്നേഹം ഒഴുകി വരികയും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവസ്നേഹം നമ്മളിലേക്ക് ഒഴുകി വരികയും ഈ ദൈവസ്നേഹം നിറഞ്ഞ അനേക മക്കളോട് ഒന്നിച്ചു ചേർന്ന് ഒരു കൂട്ടായ്മയിലാകാൻ നമുക്ക് സാധിക്കുകയും അങ്ങനെ സഭാ കൂട്ടായ്മയിൽ, നവീകരിക്കപ്പെട്ട ഒരു സഭാ കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് അനേകരിലേക്ക് സുവിശേഷം പങ്കുവയ്ക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വിധത്തിൽ നമ്മളെ ഒന്ന് പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ മിസിയോ കോഴ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുക. ഇനി എന്താണ്, പലരും ചോദിക്കാറുണ്ട്, എന്തായി സുവിശേഷ വത്കൃതരാകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് എക്സ്പ്ലനേഷൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. സുവിശേഷവൽകൃതരാകുക എന്നതിന്റെ അർത്ഥം സുവിശേഷ മൂല്യങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി നമ്മുടെ സഭാത്മക ജീവിതവും സാമൂഹിക ജീവിതവും അതുപോലെ രാഷ്ട്രീയ ജീവിതമായിക്കോട്ടെ എന്തു തന്നെയാണ് നമ്മുടെ ഈ ലോക ജീവിതം മുഴുവനും അത്തരത്തിൽ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. എല്ലാ മേഖലകളിലേക്കും ഈ സുവിശേഷ മൂല്യങ്ങളും ഈ മാനദണ്ഡങ്ങളും കടന്നു ചെല്ലണം. അപ്പോഴാണ് ലോകത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ദുരിതങ്ങൾ മുഴുവനും സുവിശേഷം കടന്നു ചെല്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അറിയാതൊരു ദാഹമുണ്ടാകും. എൻ്റെ ദൈവമേ, ഇത് എല്ലായിടത്തേക്കും ഈ നല്ല ഈ സുവിശേഷം എല്ലായിടത്തേക്കും എത്തിക്കണമല്ലോ, യേശുവിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കണമല്ലോ എന്നൊരു തീക്ഷ്ണത നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിൽ വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ സുവിശേഷവൽകൃതരായിക്കൊണ്ട് മറ്റുള്ളവരെ സുവിശേഷത്തിലേക്ക് ആനയിക്കാനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നോക്കിയേ, ഇത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ഒരനുഭവമാകുന്ന സുവിശേഷവൽക്കരണം സാധ്യമാകണം. അനുഭവമാവുക എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ രക്ഷയുടെ അനുഭവം നമ്മൾ സ്വന്തമാക്കണം. രക്ഷയുടെ അനുഭവം സ്വന്തമാക്കിയവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. പിന്നെ നേരായതും സഭാത്മകവുമായ ബോധ്യങ്ങളിൽ വളർത്താൻ നമ്മളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായ ബോധ്യങ്ങൾ പടർത്തുന്നതല്ല, സഭാത്മകമായ ബോധ്യങ്ങളിൽ വളരുക എന്നുള്ളതാണ്. പിന്നെ ജീവിതശൈലി ദൈവോന്മുഖമാവുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുള്ള ജീവിതമല്ല, ജീവിത ശൈലി മുഴുവനും ദൈവോന്മുഖമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അതുപോലെ സാക്ഷ്യത്തിന്റെ പിൻബലത്തോടെ ജീവിക്കുക. നമ്മുടെ ജീവിതം കാണുന്നവർക്ക് ഇവന്റെ ജീവിതത്തിൽ ഇവളുടെ ജീവിതത്തിൽ എന്തോ വ്യത്യാസമുണ്ടല്ലോ, എന്തോ പ്രത്യേകതയുണ്ടല്ലോ എന്ന് തോന്നിക്കൊണ്ട് നമ്മിലേക്ക് കടന്നു വരികയും നമ്മിൽ നിന്ന് യേശുവിന്റെ സ്നേഹം അവരിലേക്ക് പകർന്നു നൽകപ്പെടുകയും അങ്ങനെ അവർ യേശുവിനെ പരിചയപ്പെടുകയും ചെയ്യുന്ന രീതിയിലേക്ക് വളരുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷമേകാൻ സുവിശേഷമായി തീരണം. അതാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഈ ലോകത്തിന്റെ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ട് സുവിശേഷം ജീവിച്ച് മറ്റുള്ളവർക്ക് പ്രഘോഷിച്ചു കൊടുക്കുന്ന മക്കളെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഈ കൂട്ടായ്മയിൽ പ്രത്യേകിച്ചും ഈ ഒരു ഗ്രൂപ്പില് 860-ലധികം ആൾക്കാർ ഇതിലുണ്ട്. പ്രിയമുള്ളവരെ, അതില് യൂട്യൂബിലൂടെ പങ്കെടുക്കുന്നവരുണ്ട്, അതുപോലെ സൂമിൽ പങ്കെടുക്കുന്നവരുണ്ട്, ഇനി യൂട്യൂബ് ലിങ്ക് ഇട്ട് കഴിയുമ്പോൾ അത് കണ്ടുകൊണ്ട് വരുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു കാര്യം കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുക. നമുക്കറിയാം, ഇതിനകത്ത് കാറ്റക്കിസം ടീച്ചേഴ്സ് വളരെയധികം പേരുണ്ടെന്ന് മാത്യു അച്ഛൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഉണ്ട്. വിശ്വാസം എന്നത് പഠിപ്പിക്കാനാവില്ല. നമ്മൾ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുകയല്ല നമുക്ക് വേണ്ടത്. അവർക്ക് കുറെ മാർക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതല്ല. വിശ്വാസം പകർന്നു നൽകാനേ കഴിയൂ. അതുകൊണ്ടാണ് ഏഷ്യയിലെ സഭയില്
ഏഷ്യയിലെ സഭ എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിന്റെ 23-ാമത്തെ ഖണ്ഡികയില് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞു വെച്ചിരിക്കുന്നു, ജ്വലിക്കുന്ന ഒന്നിന് മാത്രമേ മറ്റൊന്നിനെ ജ്വലിപ്പിക്കാൻ കഴിയൂ. ജ്വലിക്കുന്ന കുറെ അധികം മതാധ്യാപകർ രൂപപ്പെടുമ്പോൾ അവരിലൂടെ ഈ കുഞ്ഞുങ്ങളിലേക്ക് വലിയൊരു ജ്വലനം കടന്നു ചെല്ലും. അതാണ് വിശ്വാസത്തിന്റെ പകർന്നു കൊടുക്കൽ എന്ന് പറയുന്നത്. ആ പകർന്നു കൊടുക്കലാണ് നമുക്കിന്ന് ആവശ്യം. ജ്വലിക്കുന്ന അനേക സുവിശേഷ പ്രവർത്തകരുണ്ടാവണം. അവരിൽ നിന്ന്, അവരുടെ കണ്ണുകളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പാസ് ഓൺ ചെയ്യപ്പെടുന്ന വിശ്വാസത്തിന്റെ കിരണങ്ങൾ അവരുടെ ഉള്ളിലേക്ക് ആഴമായി പകരുന്നത് നമുക്ക് കാണാൻ കഴിയണം. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, 1997 ഡച്ചുകാർ, 93-ലാണ് ഈ കോഴ്സ് രൂപപ്പെട്ടതെങ്കിൽ 97 ഡച്ചുകാർ ബോംബെയിൽ വന്ന് നടത്തിയ ഒരു കോഴ്സിൽ 2 ആഴ്ചത്തെ സ്കൂൾ ഓഫ് ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ വെച്ച് നമ്മുടെ ആലിസ് ആന്റി ആ കോഴ്സിൽ പങ്കെടുക്കുകയും അതിനുശേഷം ആലിസ് ആന്റി ഈ ഭാരതത്തിൽ ഒത്തിരി ഇടങ്ങളിൽ, ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കടന്നു ചെന്ന് ഈ കോഴ്സ് അവിടെ എല്ലാം കൊടുക്കാൻ ഇടയായി. എന്ന് പറഞ്ഞാൽ ഡച്ച് ഭാഷയിൽ നടത്തിയ കോഴ്സ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇന്ന് അനേകരിലേക്ക് ഈ കോഴ്സ് എത്തുക. അത് ആലിസ് ആന്റി അല്പം കൂടെ കഴിയുമ്പോൾ നമ്മോട് പറയും. ഇനി എന്തിനാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത് എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ കിടക്കുക. നമുക്കങ്ങ് ജീവിച്ചു പോയാൽ പോരെ എന്നൊരു ചോദ്യമുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കാണുന്നത് ഇതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിലൂടെ രക്ഷാകര കർമ്മം പൂർത്തിയാക്കപ്പെട്ടു. അങ്ങനെ രക്ഷാകര കർമ്മം പൂർത്തിയാക്കിയിട്ട് രക്ഷാകര പദ്ധതിയുടെ ഭാഗമാകാൻ നമ്മളെ വിളിച്ചു വേർതിരിച്ചു. ഇനി ദൈവം മനുഷ്യകുലത്തിന് വേണ്ടി തന്റെ സ്വപുത്രനെ ബലിയായി നൽകിക്കൊണ്ട് ഒരുക്കിയ ഈ രക്ഷാകര പദ്ധതി എവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസാക്ഷിക്കുള്ളിൽ ഉണ്ട് എന്ന കാര്യം ഓർക്കുക. ഇത് എവിടെ നിൽക്കുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇനി നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പ 25 വർഷം സഭയെ നയിച്ച വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറയുക, റിഡംതോറിസ് മിസ്സിയോ, രക്ഷകന്റെ മിഷൻ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിന്റെ ആമുഖത്തിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹൃദയം എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുക. രക്ഷകനായ ക്രിസ്തു തിരുസഭയെ ഭരമേൽപ്പിച്ച ദൗത്യം ഇന്നും അതിന്റെ പരിപൂർത്തിയിൽ നിന്ന് വളരെ അകലെയാണ്. മനുഷ്യവർഗത്തെ ഒന്നടങ്കം വീക്ഷിക്കുമ്പോൾ രക്ഷാകര ദൗത്യം തുടക്കത്തിൽ തന്നെ നിലകൊള്ളുന്നതായിട്ടാണ് കാണുന്നത് എന്ന് 2-ാം സഹസ്രാബ്ദത്തിന്റെ അവസാന കാലത്ത് മാർപ്പാപ്പ ഇങ്ങനെ പറയണമെങ്കിൽ നോക്കണേ, ലോകത്തിലെ കത്തോലിക്ക സഭയുടെ അധിപനായ മാർപ്പാപ്പ പറയുക, ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഏൽപ്പിച്ച ദൗത്യം അതിന്റെ ആരംഭത്തിൽ തന്നെ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ എന്തുമാത്രം ആ ഹൃദയം വേദനിച്ചിട്ടുണ്ടാവും എന്ന് ചിന്തിക്കുക. പ്രിയമുള്ളവരെ, ഈ സുവിശേഷം മറ്റുള്ളവർക്ക് നൽകേണ്ടതാണ്. ലോകം മുഴുവൻ സുവിശേഷവൽക്കരിക്കാൻ വേണ്ടിയാണ് സഭ ഇന്ന് ഭൂമിയിലായിരിക്കുന്നത്. അതുകൊണ്ടാ ലൂമൻ ജെൻസിയം 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയിൽ പറയുന്നത് സഭ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണ്. ലക്ഷ്യം എന്താ? ലോകം മുഴുവൻ സുവിശേഷവൽക്കരിക്കപ്പെടണം. എല്ലാവരും നല്ല ബുദ്ധിയാ ചിന്തിക്കണം, എല്ലാവരും സഹകരിക്കണം, എല്ലാവരും സ്നേഹിക്കണം, എല്ലാവരും ഈ ലോക ജീവിതം ആസ്വദിക്കണം. അതിനാണ് 1 കൊരിന്ത്യർ 9:16 പറയുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിനെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെന്റെ കടമയാണ്. കടമ എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റാത്തതാ. അപ്പനെ സംരക്ഷിക്കേണ്ടത്, അപ്പനെ നോക്കേണ്ടത് ഒരു മകന്റെ കടമയാണ്. അതൊരു ഉത്തരവാദിത്തമല്ല. ഉത്തരവാദിത്തമാണെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാം, പക്ഷെ കടമയാണ്. അതുകൊണ്ട് ഇവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പ്രിയമുള്ളവരെ, എനിക്ക് മാത്രമല്ല ദുരിതം, എൻ്റെ കുടുംബത്തിന് ദുരിതം, എൻ്റെ സമൂഹത്തിന് ദുരിതം, എൻ്റെ ഇടവകയ്ക്ക് ദുരിതം, എൻ്റെ സഭയ്ക്ക് ദുരിതം, എൻ്റെ ചുറ്റുപാടുമുള്ള സകലർക്കും ദുരിതം, എൻ്റെ രാഷ്ട്രത്തിന് ദുരിതം. ഈ ലോകത്തിലുള്ള സകല ദുരിതങ്ങൾക്കും കാരണം സുവിശേഷം എത്താത്തതാണ് എന്ന് തിരിച്ചറിയുക. മാമോദിസ സ്വീകരിച്ച ഓരോരുത്തരുടെയും കർത്തവ്യമാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. അതും ജീവിച്ചുകൊണ്ട് പ്രഘോഷിക്കണം, അല്ലാതെ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, ജീവിതം കൊണ്ട് പ്രഘോഷിക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. അതുകൊണ്ട് ദ ചർച്ച് എക്സിസ്റ്റ് ടു ഇവാഞ്ചലൈസ് എന്നാണ് ഇവാഞ്ചലി നൂൻസിയാന്തി 14-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്. സഭയുടെ അസ്തിത്വം തന്നെ സുവിശേഷവൽക്കരണം ലക്ഷ്യമാക്കിയുള്ളതാണ്. പ്രിയമുള്ളവരെ, മാമോദീസ സ്വീകരിച്ച് നാം ഓരോരുത്തരും സഭയിലെ അംഗങ്ങളാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ നമ്മുടെ അസ്തിത്വം തന്നെ സുവിശേഷം പങ്കുവയ്ക്കാനുള്ളതാണെന്നാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, സുവിശേഷത്തിന്റെ ആനന്ദം എന്ന് പറയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഥമ ചാക്രിക ലേഖനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അപ്പസ്തോലിക ആഹ്വാനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, കെറിഗ്മ എല്ലാ സുവിശേഷ പ്രവർത്തനത്തിന്റെയും സഭാ നവീകരണത്തിലുള്ള സകല പരിശ്രമങ്ങളുടെയും
കേന്ദ്രമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ അടിസ്ഥാന സുവിശേഷ പ്രഘോഷണമില്ലാതെ, ഈ പ്രാഥമിക പ്രഘോഷണമില്ലാതെ ഒന്നും സംഭവിക്കില്ല എന്നാണ്. അതുകൊണ്ട് എല്ലാ സഭാ നവീകരണ പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനം ഇതായിരിക്കണം എന്ന് പറയുക. ഇനി അതിന്റെ 164 ഖണ്ഡികയിൽ പറയുന്നത് ഇങ്ങനെയാ: മതബോധകന്റെ അധരങ്ങളിൽ നിന്ന് പ്രഥമ പ്രഘോഷണം അഥവാ ഈ കെറിഗ്മ വീണ്ടും വീണ്ടും മുഴങ്ങണം. അങ്ങനെ ഓരോരുത്തരും തുടരെ സുവിശേഷവൽക്കരിക്കപ്പെടണമെന്നാ പറയുക. എന്ന് പറഞ്ഞാൽ ഒരിക്കലൊന്ന് സുവിശേഷവൽക്കരിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊന്ന് കേട്ടാ മതി എന്നാ പറയുക. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങി നമ്മൾ ഈ ആദിമ ക്രൈസ്തവ സഭയിലെ ആദ്യ പ്രസംഗം കേട്ട ശിഷ്യര് ചോദിച്ചതുപോലെ, സഹോദരങ്ങളെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു പോകണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇത് അറിയാതെ മറ്റുള്ളവർ വീണ്ടും വീണ്ടും ഇത് മുഴങ്ങി കേൾക്കണം എന്ന് പറയുക. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്ന ഇങ്ങനെയാ: ഈ കെറിഗ്മ അഥവാ ഈ പ്രാരംഭ പ്രഘോഷണത്തെക്കാൾ ദൃഢവും അഗാധവും സുരക്ഷിതവും അർത്ഥപൂർണവും ജ്ഞാനപൂർണവുമായി മറ്റൊന്നില്ല. എല്ലാ ക്രൈസ്തവ പരിശീലനവും കൂടുതൽ ആഴത്തിൽ ഈ പ്രാരംഭ പ്രഘോഷണത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്നത്. എത്ര മനോഹരമായിട്ട്, എത്ര ശക്തമായ ഭാഷയിലാണ് മാർപ്പാപ്പ ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത് നോക്കുക പ്രിയമുള്ളവരെ. രക്ഷകന്റെ മിഷൻ എന്ന് പറയുന്ന അപ്പസ്തോലിക ചാക്രിക ലേഖനത്തില് ജോൺ പോൾ മാർപ്പാപ്പ പറയുക, ഈ സുവിശേഷം പ്രഘോഷിക്കുക എന്ന കൃപ അത് മാമോദീസായിലൂടെ നൽകപ്പെട്ടതാണ്. ഈ കൃപയോട് വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല കൂടുതൽ കർശനമായി വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന് പറയുക. രണ്ടാം വത്തിക്കാൻ കൗൺസിലില് ലൂമൻ ജെൻസിൽ 16ാമത്തെ ഖണ്ഡികയിലും ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ആരെയും ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, നമ്മുടെ കടമയെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ടാവാൻ വേണ്ടി പറഞ്ഞതാണ് പ്രിയമുള്ളവരെ. ഇനി നോക്കിയേ, ഇവാഞ്ചലി നൂൻസിയാന്തി സുവിശേഷ പ്രഘോഷണത്തിന്റെ 41ാമത്തെ ഖണ്ഡികയിൽ പറയുക, ആധുനിക മനുഷ്യൻ അധ്യാപകരെക്കാൾ ജീവിത സാക്ഷ്യം നൽകുന്നവരെയാണ് കൂടുതൽ സന്നദ്ധതയോടെ ശ്രമിക്കുന്നത്. ജീവിത സാക്ഷ്യത്തിലേക്ക് അവർ തുറച്ചു നോക്കും. ഞാൻ ഇങ്ങനെ പ്രഘോഷിക്കും, എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും എന്നെ തുറച്ചു നോക്കും. എൻ്റെ ജീവിതത്തിലേക്ക് അവർ കീനായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. പ്രഘോഷിക്കുന്നതും ജീവിക്കുന്നതും ഒന്ന് തന്നെയാണോ എന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നവരായിരിക്കും. ഇനി പറയുക, അധ്യാപകരെ ശ്രമിക്കുന്നെങ്കിൽ കാരണം അവർ സാക്ഷ്യം നൽകുന്നു എന്നതാണ് എന്ന് പറയുന്നു. ബി ജീസസ്, ലിവ് ജീസസ് ആൻഡ് പ്രൊക്ലെയിം ജീസസ് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഇനി ഇത് കറുകുറ്റിയിലുള്ള മിസിയോ ഭവനമാണ്. ഈ മിസിയോ ഭവനത്തിൽ 6 ദിവസം നീണ്ടു നിൽക്കുന്ന മിസിയോ റെസിഡൻഷ്യൽ കോഴ്സ് അവിടെ എല്ലാ മാസവും നടത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വിളിക്കുന്ന മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെ എല്ലാം ഈ പ്രോഗ്രാം നടത്തുന്നുണ്ട്. നിങ്ങൾ ആദ്യം ജപമാല ചൊല്ലിയ സിസ്റ്റേഴ്സ് അവര് ബാംഗ്ലൂരിൽ നിന്നുള്ളവരാണ്, ധാർവാഡിൽ നിന്നുള്ളവരാണ്. അവിടെ 6 ദിവസത്തെ ഇംഗ്ലീഷിലുള്ള ഈ പ്രോഗ്രാം ഞങ്ങൾ നടത്തിയതാ. അതിൽ പങ്കെടുത്തവരായതുകൊണ്ട് അവർ ഇംഗ്ലീഷിൽ ജപമാല ചൊല്ലിയത്. അവർക്ക് ഇംഗ്ലീഷേ അറിയുള്ളൂ, മലയാളം അറിയില്ലാത്തവരാണ്. പ്രിയമുള്ളവരെ, ഈ മിസിയോ കോഴ്സ് ഈസ് നൗ അവൈലബിൾ ഇൻ മലയാളം, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഹിന്ദിയിൽ നടത്തണമെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. മലയാളത്തിൽ നടത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇംഗ്ലീഷിൽ നടത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് എവിടെ വേണമെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയും ഇത് നടത്താൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരാണ്. അനേക ടീം നിങ്ങൾ കണ്ടില്ലേ, ടീമിൽ കുറേ പേരുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ റിസോഴ്സസ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നവരാ, അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ടീമാണ് വളർന്നു വരുന്നത് പ്രിയമുള്ളവരെ. നമുക്ക് ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുന്ന അനേകരെ രൂപപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. താങ്ക് യു തൊമ്മിച്ചൻ ചേട്ടാ. അടുത്തതായി നമുക്ക് ആശംസകൾ അർപ്പിക്കുവാനും അനുഗ്രഹ സന്ദേശം നൽകുവാനുമായി ഫാദർ തോമസ് മെൽവേട്ടത്തച്ഛനെ ക്ഷണിക്കുന്നു. ഓക്കെ, ശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈശോയെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും കൂടെ ഒരിക്കൽ കൂടി മിസിയോ കോഴ്സിന്റെ പ്രാരംഭത്തിൽ കാണാനായിട്ട് പറ്റിയതിലേറെ സന്തോഷമുണ്ട്. ഈ കോഴ്സ് പൂർണ്ണമായിട്ട് പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇതിൻ്റെ കോഴ്സിനെ പറ്റിയിട്ട് ടോമിച്ച സാറ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചത് ഞാനും കാണുകയുണ്ടായി. ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പോലും പ്രാരംഭമായിട്ട് കയറുന്നവർക്ക് ഇത് ഏറെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒത്തിരി ഞാൻ പറയുന്നില്ല. ഇത് ചെറിയൊരു കാര്യം, 2 കാര്യങ്ങൾ മാത്രമേ പ്രാവശ്യം പറയുന്നുള്ളൂ.
എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം, നമ്മൾ സുവിശേഷം കൊടുക്കാനും സുവിശേഷത്തിന്റെ ഭാഗമാകുമ്പോൾ നമ്മൾ ഈശോയുടെ ഹൃദയം പോലെയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയായിട്ടുണ്ട്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ ഈശോയുടെ ഹൃദയം നമുക്കറിയാം തിരുഹൃദയമാണ്. തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നു എന്നാണ് നമ്മൾ പറയുക. മാതാവിന്റെ ഹൃദയം എന്ന് പറയുന്നത് വിമല ഹൃദയമാണ്. അതുപോലെ യേശുപിതാവിന്റെ ഹൃദയം എന്ന് പറയുകയാണെങ്കിൽ അതൊരു നിർമ്മല ഹൃദയമാണ്. ഒരു 3 ഹൃദയങ്ങൾ ചേരുമ്പോഴാണ് പിന്നീട് നമുക്ക് ഈശോയെ ശരിക്കും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുക. ഈശോയുടെ തിരുഹൃദയത്തിന് യോജിച്ച മക്കളായിട്ട് തിരുഹൃദയത്തിന്റെ സ്നേഹവും കാരുണ്യവും മറ്റുള്ളവർക്ക് നമ്മൾ ആയിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഈശോയുടെ കാരുണ്യം പകർന്നു കൊടുക്കാനായിട്ട്, സ്നേഹത്തിന്റെ കാരുണ്യം പകർന്നു കൊടുക്കാനായിട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ഈശോയുടെ ഹൃദയത്തിന് അനുരൂപരായിട്ടുള്ള വ്യക്തികളായിട്ട് മാറുക. ഹൃദയം അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ ഈശോയെ ജീവിതകാലത്ത് പരിശീലിപ്പിച്ച 2 വ്യക്തികളെ പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പിതാവും. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ പറ്റി പറയുന്നത് വിമല ഹൃദയം എന്നാണ് പറയുക, പാവമില്ലാത്ത ഹൃദയം. അപ്പം പാവമില്ലാത്ത ഒരു ഹൃദയത്തിൽ മാത്രമേ ദൈവസ്നേഹം കുടികൊള്ളൂ നമുക്കറിയാം. ദൈവസ്നേഹത്തിന്റെ പ്രസരണം ഒരു കാന്തീയ ശക്തി പോലെ നമുക്കുണ്ടാകണമെങ്കിൽ, നമ്മളിൽ നിന്ന് പോകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ പാവത്തിന്റെ അവസ്ഥകളിൽ നിന്ന് മാറ്റം ഉണ്ടാകും. പ്രസാദവരത്താൽ നമ്മൾ നിറയുന്ന വ്യക്തികളായിട്ട് മാറും. പ്രസാദവരത്തെ നിറയുന്ന തോതനുസരിച്ച് നമുക്ക് കൂടുതൽ ആ പ്രസാദം മറ്റുള്ളവരെ കൊടുക്കാനായിട്ടുള്ള ഒരു ആന്തരിക ശുദ്ധാത്മാവിന്റെ പ്രചോദനം എപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഒരു വിമല ഹൃദയത്തിന് സമർപ്പിതരായിട്ടുള്ള മക്കളായിട്ട് നമ്മൾ മാറും. നമ്മുടെ കുടുംബങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിനും മാതാവിന്റെ വിമല ഹൃദയത്തിനും സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ യേശുപിതാവിന്റെ ഹൃദയത്തെ പറ്റിയിട്ട് പറയുന്ന യേശുപിതാവിന്റെ ഹൃദയം നിർമ്മല ഹൃദയം എന്നാണ് പറയുക. അപ്പൊ ഈ ഈശോയെ വളർത്താനായിട്ട് മാതാവിനെ അതിന്റെ സംരക്ഷകനായിട്ട് കർത്താവായ ഈശോയെ യേശുപിതാവിനെ ഏൽപ്പിച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് അത്രയും പരിശുദ്ധമായ ഒരു ഹൃദയമായതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ഈ ആധുനിക ലോകത്തില് നമുക്ക് ഇത് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ നിർമ്മല ഹൃദയത്തോട് കൂടിയിട്ട്, നിർമ്മല ഹൃദയത്തിന് ഉടമകളായിട്ട് വന്നാൽ മാത്രമേ ഈശോയുടെ വളർച്ചയിൽ അഭിമാനിക്കാനായിട്ട് നമുക്ക് സാധിക്കൂ. സാരോഹനായ ഈശോയെ കണ്ട് പറയുന്നില്ല, ലോകത്തിന്റെ പാവം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അപ്പൊ ഈ കാലഘട്ടത്തില് ഈശോയെ വളർത്തിക്കൊണ്ടുവരാനല്ല, ഈശോയെ പ്രഘോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ഒരു നിർമ്മല ഹൃദയത്തിൽ ആശ്രയിക്കുന്ന ഒരു ഹൃദയം. അതായത് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മൾ എന്താണ് സംവദിക്കുന്നത് അത് നമ്മൾ കേൾക്കാനായിട്ട് പരിശുദ്ധാത്മാ തുറവിയുള്ള വ്യക്തികളായിട്ട്, പ്രത്യേകിച്ച് മിസ്സിയോയുടെ പ്രവർത്തനങ്ങൾ പോലെയുള്ള പ്രവർത്തനം നമുക്കറിയാം. അത് അടിസ്ഥാനപരമായിട്ട് സുവിശേഷവൽക്കരണത്തിലേക്ക്, ഈശോയുടെ അന്തിമ കൽപ്പനകളിലേക്ക് നമ്മളെ എത്തിക്കുന്ന അന്തിമ കൽപ്പന ഒറ്റ കൽപ്പനയുള്ളത് പറയാം, സുവിശേഷം പ്രഘോഷിക്കുക. അതിനാണ് ഈശോയുടെ ലാസ്റ്റ് കമാൻഡ്മെന്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മളെ ഈ ലാസ്റ്റ് കമാൻഡ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമകളായിട്ട് നമ്മൾ മാറണം. ഒരു നിർമ്മല ഹൃദയപിതാവിനെ പോലെ നമ്മുടെ ഹൃദയം നിർമ്മലമായിരിക്കണം. ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മൾ സമർപ്പിച്ചവരായിരിക്കണം. മാതാവിന്റെ വിമല ഹൃദയത്തിന് നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളവരായിരിക്കണം. അങ്ങനെ മാതാവിന്റെ യേശുപിതാവിന്റെയും മാധ്യസ്ഥത്തിലൂടെ മാത്രമാണ് നമുക്ക് ഈശോ ഈ കാലഘട്ടത്തിൽ പ്രഘോഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ അനുതാപത്തിന്റെ സുവിശേഷം പ്രസംഗം നമ്മൾ തന്നെ ആദ്യം അനുഭവിക്കാൻ തുടങ്ങും. സുവിശേഷം നൽകുന്ന വലിയ സന്ദേശം നിരന്തരമായിട്ടുള്ള മാനസാന്തരമാണ് നമ്മൾ ഓർക്കുക. അപ്പൊ നിരന്തരമായ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഇന്ന് മാനസാന്തരപ്പെട്ടോ നാളെ മാനസാന്തരപ്പെട്ടോ അത് മതിയോ? അപ്പൊ അതുപോലെ നമുക്ക് തീർച്ചയായിട്ടും നിരന്തരമായിട്ടുള്ള ഒരു മാനസാന്തരം. തമാശയുടെ ബ്രദർ പറഞ്ഞ പോലെ 70 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ ക്ഷമിക്കാനായിട്ട്, 69 കഴിയുമ്പോൾ ഞാൻ തീരുമാനിക്കാൻ ചെയ്യണമെന്ന് പറയുന്ന പോലെ നമുക്ക് പറയത്തില്ല നമുക്കത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ നിരന്തരമായ മാനസാന്തരവും ക്ഷമ കൊടുക്കാനും ക്ഷമ സ്വീകരിക്കാനും, അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈശോയെ കേന്ദ്രിതമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങള് ജീവിതം നയിക്കാനായിട്ട് സാധിക്കുക. ഈശോയെ കേന്ദ്രിതമായ ജീവിതം, ഈശോയെ ചുറ്റുമുള്ള ജീവിതമാണ്. ആ ജീവിതത്തിലാണ് നമുക്ക് നല്ല പ്രബോധനത്തിന്റെ ആവശ്യകത നമുക്കുണ്ടാകും. പ്രബോധനം, സഭയുടെ പ്രബോധനം നമുക്കറിയാവുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രബോധനം അത് ഈശോയെ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു വലിയ ജനത നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ ആ ജനതയുടെ മധ്യത്തില് പ്രത്യേകിച്ച് ഈ അന്ത്യകാലഘട്ടം എന്നൊക്കെ നമ്മൾ ഈ കാലഘട്ടങ്ങളെ പറ്റി പറയുമ്പോൾ ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ അത് കുറെ ശരിയാണെന്ന് തന്നെയാണ് ചിലപ്പോൾ അനുഭവങ്ങളൊക്കെ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുക. എന്ന് ആണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും നമുക്കറിയാം
നിരന്തരമായിട്ടുള്ള ഒരു പരിത്യാഗത്തിന്റെ അരൂപി, പ്രാർത്ഥനയുടെ അരൂപിയും മാനസാന്തരത്തെ ജീവിതത്തിന്റെ ആവശ്യകതയൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട് അത് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകണം. കാരണം കർത്താവിന്റെ ഒരു സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ പാവവഴികൾ ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ആ പാവവഴികൾ ഉപേക്ഷിക്കുമ്പോഴാണ് ലോകത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ച് നമ്മുടെ രക്ഷ സാധിച്ചത് ഈശോയുടെ ആ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമുക്കത് വലിയ പൗലോസ് പറയുന്ന പോലെ ഈശോയുടെ സ്നേഹം എന്നെ ഉത്തേജിപ്പിക്കുന്നു. ആ ഉത്തേജനമാണല്ലോ നമ്മളെല്ലാം ഇവിടെ എത്തിയിരിക്കുക. അപ്പൊ നമ്മൾ ആ ഉത്തേജനം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ ടോമിച്ച സാർ അവസാനം പറഞ്ഞു വെച്ചതുപോലെ, അതായത് അധ്യാപകരുടെ ജീവിതത്തിന്റെ പ്രാധാന്യം അത് സാക്ഷ്യത്തിന്റെ പ്രാധാന്യമാണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രാധാന്യം നമ്മുടെ സാക്ഷ്യത്തിന്റെ പ്രാധാന്യമാണ്. ഇപ്പൊ ഞാൻ സെമിനാരിലെ റക്ടച്ചനായിരിക്കുന്ന ഇവിടെ പ്രവർത്തിക്കുമ്പോൾ എനിക്കറിയാം, ഈ നമ്മൾ ഓരോ സെമിനാരിക്കാരനും വരുന്നത് നിങ്ങളെ കുടുംബങ്ങളിൽ കൊടുക്കുന്ന വിശ്വാസത്തിന്റെ സാക്ഷ്യം. അതാ ഏത് മൂല്യത്തിൽ നിങ്ങൾ സാക്ഷ്യം കൊടുക്കുന്ന ആ സാക്ഷ്യത്തില് ആ പിള്ളേർ വളർന്നു വരും. അപ്പൊ ഈശോയെ കുടുംബത്തിൽ പ്രഘോഷിച്ചു കഴിയുമ്പോൾ, ഈശോയാണ് വലിയ മൂല്യം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഈശോയിലേക്ക് അവരെ എത്തിക്കുക ചെയ്യുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ അതുകൊണ്ട് ഈശോയെ പ്രഘോഷിക്കപ്പെടുന്നു. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഈശോ പ്രഘോഷിക്കണം. വേദപാഠ ക്ലാസ്സുകൾ മാത്രം പോരാ, അത് എല്ലാ ജീവിത കാലഘട്ടത്തിലും കുടുംബങ്ങളിൽ, അത് മുതിർന്നവർ മുതൽ ഏറ്റവും ഇളയ പ്രായത്തിലുള്ളവർ വരെയും അവർക്ക് ഈശോയെ ഈശോയുടെ നാമം അത്ര സുന്ദരമായ നാമം. കാരണം എല്ലാ നാമത്തെ കഴിഞ്ഞും സുന്ദരമായ നാമമാണ്. നമ്മളെ കഴിഞ്ഞ എല്ലാവരെയും സുന്ദരനായ ഈശോയെ നമ്മൾ ഓർക്കുക. ഏറ്റവും സുന്ദരമായ സുന്ദരൻ ഈശോയോ ചിത്രത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെയാണ്. നീ കോമള സുന്ദരനിൽ സുന്ദരൻ എന്നാ പറയാം. എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു സൗന്ദര്യത്തിന്റെ തെളിവ് മാത്രമല്ല, ഒരു ആന്തരികമായിട്ടുള്ള ചൈതന്യത്തിന്റെ ഒരു പ്രഭാവം കൂടിയാണ്. അത് നമുക്ക് അതുകൊണ്ട് നമ്മുടെ തന്നെ ജീവിതങ്ങൾ എപ്പോഴും ഈ ഒരു കോഴ്സിനോട് ഒട്ടിച്ചേർന്ന് കഴിയുമ്പോൾ അറിയാതെ തന്നെ അതിൻ്റെ ഒരു പ്രസരണം ഔദാശ ജീവിതം നമ്മൾ നയിക്കുന്നവരായിട്ട് മാറും. ഔദാശ ജീവിതത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുന്നവരാകും, നമ്മൾ പങ്കുവയ്ക്കുന്നവരാകും, നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നവരാകും. അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ ഈ സുവിശേഷ പ്രഘോഷണത്തിലൊരു കണ്ണിയായിട്ട് അങ്ങ് ചേരുക ചെയ്യുന്നു. ഈ കെറിഗ്മ കോഴ്സ് നമ്മൾ ചേരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം നമ്മൾ വലിയ കുടുംബത്തിന്റെ അംഗമായിട്ട് മാറുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു വലിയ കുടുംബത്തിന്റെ അംഗങ്ങൾ എന്ന നിലയിൽ, സാർവത്രിക സഭയുടെ ഭാഗം എന്ന നിലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തില് ഒരു ഈശോയോടുള്ള ഇഷ്ടം നമുക്ക് കൂടുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരാള് പകർന്നു കൊടുക്കുന്ന ഒരു പന്തം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് ആ പന്തം ഇങ്ങനെ പറഞ്ഞ പോലെയാണ് നമ്മൾ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുക. ഈശോയെന്ന് കിട്ടിയ സ്നേഹം, ഈശോയെന്ന് കിട്ടിയ വെളിച്ചം, ആ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അവരുടെ ബോധ മനസ്സിലുകളെ കർത്താവ് പ്രകാശിപ്പിച്ച്, നമുക്കറിയാം ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞു ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ആത്മാവ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആത്മാവ് നമ്മൾ നയിക്കുമ്പോൾ ആത്മാവിന്റെ ആ നിയമന്ത്രണത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് നമ്മളും ആത്മാവെന്ന് അറിയുന്ന വ്യക്തികളായിട്ട് മാറും. സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി വായിക്കുന്നവരല്ല, എന്നും സുവിശേഷം വായിക്കുന്നവരായിട്ട് മാറാം എന്ന് കാരണം സുവിശേഷത്തിലെ ഓരോ വചനവും ജീവദായകമായ വചനമാണ് നമ്മൾ ഓർക്കുക. കാരണം കർത്താവ് ഈശോ പറയുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞ ആത്മാവും ജീവനുമാണ്. അപ്പം ഓരോ തിരുവചനത്തിനകത്ത് ഈശോയുടെ ആത്മാവും ഈശോയുടെ ജീവനുമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബൈബിൾ എവിടെ തുറന്നാലും, ആരംഭം തുറന്നാലും, ഇടയ്ക്ക് തുറന്നാലും, അവസാനം തുറന്നാലും നമ്മളോട് സംസാരിക്കുന്ന ഈശോയുടെ ആത്മാവും ജീവനും അവിടെയാണ്. അപ്പൊ ആ ഒരു ഈശോയോടുള്ള ഇഷ്ടമായിരിക്കണം പ്രിയപ്പെട്ടവർ നമ്മളെ കൂടുതൽ സ്നേഹത്തിലേക്ക് വളർത്താനായിട്ട് കാരണമായിട്ട് തീരേണ്ടത്. അതുകൊണ്ട് ഈ കോഴ്സിന്റെ ആത്യന്ത്യം വരെ നമുക്ക് സംബന്ധിക്കാനായിട്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി തടസ്സങ്ങൾ നമുക്ക് ഉണ്ടാകും സ്വാഭാവികമായിട്ട്. അത് അതിജീവിക്കുമ്പോഴാണ് അതിന്റെ കൃപ നമുക്ക് കിട്ടുക. അതുകൊണ്ട് നമ്മുടെ നല്ലൊരു ടീം, കമ്മിഷനാറ്റിന്റെ ചേച്ചിയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള, നമ്മുടെ അച്ഛന്മാരുടെ നേതൃത്വത്തിലുള്ള നല്ലൊരു ടീം, മിസ്സിയോട് ചേർന്ന്, അതുപോലെ ജോയ് പിതാവിന്റെ നേതൃത്വത്തിലുള്ള ടീം, അങ്ങനെ എല്ലാവരും ഒരു വലിയ സഭാ കൂട്ടായ്മയുടെ ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് പിൻബലമായിട്ട് സംബന്ധിക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് പഠനങ്ങളിലൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. പഠനങ്ങൾ സഭയുടെ പഠനങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ അഭിഷേകമുള്ള പഠനങ്ങളായിരിക്കും. അത് കൂടുമ്പോൾ നമുക്കൊരു അഭിഷേകം കിട്ടും. അതുകൊണ്ട് അക്കത്തിലുള്ള തമ്പുരാൻ നമ്മുടെ കർത്താവ് ഈ കോഴ്സിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ടുള്ള കൃപ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ചേട്ടനും എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്നെ വിളിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അടുത്തതായി മിസിയോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന മറ്റൊരു സാക്ഷ്യവേദിയിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമായി സോസമ്മ ചേച്ചിയെ ക്ഷണിക്കുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 31:3 പറയുന്നു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും.
എൻ്റെ പേര് ശോശാമ്മ റൂബൻ, റിട്ടയർഡ് അഗ്രികൾച്ചർ അസിസ്റ്റന്റ്. ഭർത്താവും മോളും ഞാനും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ആലപ്പുഴ രൂപതയിൽ പട്ടണക്കാട് സെന്റ് മാർട്ടിൻ ഡി പോറസ് ഇടവകാംഗമാണ്. കഴിഞ്ഞ 15 വർഷമായി മതാധ്യാപികയായി ഞാൻ കർത്താവിന് വേണ്ടി ചെറിയ ശുശ്രൂഷ ചെയ്തു വരുന്നു. എങ്കിലും എന്നിലുള്ള കുറവുകളും ഈശോയെ ആഴത്തിൽ മനസ്സിലാക്കുവാനും മിസ്സിയോയാണ് എന്നെ പഠിപ്പിച്ചത്. മിസ്സിയോയുടെ 16ാമത്തെ ബാച്ചിലൂടെ ഒരു സാധാരണ മെമ്പറായി ഞാൻ വരികയും 18ാമത്തെ ബാച്ച് മുതൽ മെന്ററായി ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനോ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനോ വലിയ താല്പര്യമില്ലായിരുന്നു. അത് എന്നിലുള്ള ഒരു വലിയ കുറവായിരുന്നു. ആ കുറവ് ഈശോ എനിക്ക് മാറ്റിത്തന്നത് മിസ്സിയോയിലൂടെയാണ്. ഈശോയുടെ സ്നേഹം ആഴത്തിൽ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. ആ സ്നേഹവലയത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒരിക്കലും മിസ്സിയോയിൽ നിന്നോ ഈശോയിൽ നിന്നോ അകന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതം തന്നെ മിസ്സിയോയ്ക്ക് വേണ്ടി അർപ്പിക്കുവാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 20ാമത്തെ ബാച്ചിൽ മെന്ററിങ്ങിലൂടെ രൂപപ്പെടുത്തുവാൻ ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഞങ്ങൾ 11 ഈ സബ് ഗ്രൂപ്പിൽ 11 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. ആ 11 മെമ്പേഴ്സും ഈ 10 ആഴ്ചയിലെ കൂട്ടായ്മ അവസാനമായപ്പോഴേക്കും ആർക്കും വിട്ടുപിരിയാൻ വയ്യാത്ത ഒരവസ്ഥ, ഒരു മുപ്പിരി ചരട് പോലെയുള്ള ദൃഢമായ ഒരു ബന്ധം. അപ്പോൾ ഞാൻ എൻ്റെ കോമെന്ററായ ആനിച്ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി നമുക്ക് ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇവരെ വിട്ടുപിരിയാൻ പറ്റുന്നില്ലല്ലോ, ഇവരെ ഉൾപ്പെടുത്തി നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാലോ. അങ്ങനെ ആനിച്ചേച്ചി സമ്മതിച്ചു. അത് നമ്മുടെ മിസ്സിയോ മെന്റർ കോർഡിനേറ്റർ ജെസ്സി തോമസിനോട് പറയുകയും അങ്ങനെ ഒരു അനുവാദം തന്നതിന്റെ പേരിൽ SG9 സബ് ഗ്രൂപ്പ് 9ന്റെ പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും ഞങ്ങൾ ചെയ്തു. ഇപ്പോഴും ഞങ്ങൾ ആ കൂട്ടായ്മയിൽ എല്ലാവരും സജീവമായി മുന്നോട്ട് പോകുന്നു. 2 പേര് കാനഡയിലാണ്. ആ 2 പേര് സെപ്റ്റംബർ അവസാനം വരെ ഒക്ടോബർ മാസത്തിൽ ഈ 11 പേര് ഒന്നിച്ച് ഞങ്ങൾ മിസ്സിയോയിൽ കറുകുറ്റിയിൽ 6 ദിവസത്തെ കെറിഗ്മ കോഴ്സ് കൂടാൻ ആഗ്രഹിക്കുന്നു. ഈശോ അത് നടത്തി തരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത്രക്ക് വിട്ടുപിരിയാനാവാത്ത ഒരു ബന്ധമാണ് നമുക്ക് മിസ്സിയോയിലുള്ള ആ ഒരു കൂട്ടായ്മ. ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ആഴ്ച ആ സബ് ഗ്രൂപ്പ് കൂടുന്നത് വരെ നമുക്ക് ഒരു ടെൻഷനാണ്. അയ്യോ എന്താണ്, എല്ലാവരും ഡെയിലി വചനവിചിന്തനം നടത്തുകയും അതനുസരിച്ച് പലർക്കും പല ഇതാണ് കിട്ടുന്നെങ്കിലും എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഈ 11 അംഗങ്ങളും കൂടി ഒന്നിച്ച് ഞങ്ങൾ മിസ്സിയോയിൽ വന്ന് കെറിഗ്മ കോഴ്സ്, ഞാൻ കെറിഗ്മ കോഴ്സ് കൂടിയതാണ്, ആനിച്ചേച്ചിയും കൂടിയതാണ്, എങ്കിലും ഞങ്ങൾ മറ്റുള്ളവരുമായിട്ട് കെറിഗ്മ കോഴ്സ് കൂടുവാൻ ഞങ്ങളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈശോയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്കൊന്നും സാധിക്കയില്ല. യോഹന്നാൻ 15:5 പറയുന്നു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. അത് തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ സത്യമാണ്. ഈശോയോട് കൂടുതൽ ചേർന്ന് നിന്നപ്പോൾ കൂടുതൽ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും എനിക്ക് അഡറേഷനിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം സാധിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുവാനും ഒരു ആത്മീയ ഉന്മേഷം ഇതിലൂടെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു വലിയ സത്യമാണ്. ഒത്തിരി എൻ്റെ അനുഭവം പറഞ്ഞാല് ഒത്തിരി കടബാധ്യതയിലൂടെ കടന്നുപോയ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സഹനത്തിന്റെ തീച്ചുളയിൽ എരിഞ്ഞപ്പോഴും ഈശോ കൈപിടിച്ച് നടത്തിയിരുന്ന അതെല്ലാം ഈശോ എങ്ങനെയോ മാറ്റിത്തന്നു. ഇപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. ഈശോയ്ക്ക് വേണ്ടി നമ്മൾ വേല ചെയ്താൽ, എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്, ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്താൽ ഈശോ അതിന്റെ 100 ഇരട്ടി ആത്മീയവും ഭൗതികവുമായ നന്മകൾ നമുക്ക് ചെയ്തു തരും. എൻ്റെ മോളി കഴിഞ്ഞ 2024-26 ബാച്ചിൽ ബി.എഡ് കോഴ്സിന് ചേർന്നു. 2 വർഷത്തിനുള്ളിൽ സെറ്റും ഗേറ്ററ്റും എല്ലാം പാസ്സായി. റിസൾട്ട് വന്നപ്പോൾ മോളായിരുന്നു കോളേജിൽ ടോപ്പർ. ഈശോയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. റിസൾട്ട് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 അധ്യാപികയായി ഗസ്റ്റ് ആയിട്ടാണെങ്കിലും കയറാൻ ഈശോ അനുഗ്രഹിച്ചു. അങ്ങനെ നമ്മൾ മിസ്സിയോയിലൂടെ ചേർന്ന് നിന്ന്
വചനം പഠിക്കുകയും വായിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്ത് മറ്റുള്ളവർക്ക് ഒരു ദിവസം ഒരാളോടെങ്കിലും നമുക്ക് മിശിഹയെ കുറിച്ചും യേശുവിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ അതൊരു വലിയ ഭാഗ്യമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രാർത്ഥിക്കാതെ ഒരു ദിവസവും ഇരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ദൈവം നമ്മെ വിളിച്ചിട്ടാണ് നമ്മൾ ഈ മിശിഹയിൽ വന്നത്. നമ്മുടെ യോഗ്യത കൊണ്ടൊന്നുമല്ല. കർത്താവിന്റെ ദൂതൻ ദേവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്ന സങ്കീർത്തനം 34:7 പറയുന്നു. അതുപോലെ തന്നെ സങ്കീർത്തനം 34:10 പറയുന്നു, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. ആ ഒരു വിശ്വാസത്തിൽ ഈ കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ഈ 10 ആഴ്ചത്തെ സബ് ഗ്രൂപ്പ് കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും കെറിഗ്മ കോഴ്സിൽ പങ്കെടുത്താൽ മാത്രമേ അതൊരു വലിയ അനുഭവമാണ്. അച്ഛൻ പറഞ്ഞതുപോലെ നമ്മളെ എങ്ങോട്ടാണ് വിടുന്നത് അവിടെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ആ ഒരു കെറിഗ്മ കോഴ്സിലും നമ്മൾ പങ്കുകാരാകണം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു സുഷമ ചേച്ചി. അടുത്തതായി സുഷമ ചേച്ചിയെ ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്ത് മ്യൂട്ടാണേ. അൺമ്യൂട്ട്. അടുത്ത ആളെ വിളിച്ചോടിയത് സുഷമ അൺമ്യൂട്ട് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് അടുത്ത ആളെ വിളിച്ചോ. അടുത്ത ബീന ചേച്ചിയാണ്. ബീന ചേച്ചി കയറിയിട്ടുണ്ടോ കമ്മിഷൻ ചേട്ടാ? ഇല്ല, ബീനയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. 2 പ്രാവശ്യം ഓൺലൈൻ വന്നിരുന്നു, പക്ഷെ കട്ടായി പോവാ, വന്നിട്ടില്ല. ഇപ്പൊ ഓൺലൈൻ ഇല്ല. അടുത്തതായി നമുക്ക് നമ്മുടെ ഈ സെഷന്റെ വൈൻഡ് അപ്പ് മെസ്സേജിന് വേണ്ടി ആലീസ് കുട്ടി ആന്റിയെ ക്ഷണിക്കുന്നു. ഏതായാലും ഒത്തിരി സന്തോഷം കേട്ടോ. ദൈവത്തിന് സ്തുതി. എല്ലാരും പറയേണ്ടതെല്ലാം എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ കൂടുതലൊന്നും ഇപ്പൊ പറയേണ്ടതില്ല, ഇനി കിടക്കുന്നതല്ലേ ഉള്ളൂ. ഏതായാലും തോമസ് അച്ഛൻ പറഞ്ഞ എനിക്ക് നല്ല ഇഷ്ടമായി. ഏതായാലും ഇതോടുകൂടി നമ്മളെല്ലാരും ഒരു പുതിയ കുടുംബത്തിന്റെ അംഗങ്ങളാകുകയാണെന്നില്ലേ? കറക്റ്റ് അല്ലേ? ഇതിപ്പം ആ പുതിയ കുടുംബത്തിലേക്കുള്ള ഇപ്പൊ ശോശാമ്മയൊക്കെ പറഞ്ഞതിൽ ശ്രദ്ധിച്ചല്ലോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഗ്രൂപ്പ് മുഴുവനും കൂടെ ഓൺലൈൻ മറ്റേ റെസിഡൻഷ്യൽ കോഴ്സിന് വരുന്നെന്നും ഈ നിങ്ങൾക്ക് തന്നെ അവിടെയൊക്കെ പ്ലാൻ ചെയ്യാം. ഓരോരുത്തർക്കും അവരവരുടെ ഇടവേളയെ പ്ലാൻ ചെയ്യാൻ ഒത്തിരി സാധ്യതകളുണ്ട് കേട്ടോ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചുമ്മാ കേട്ടിരുന്നാൽ മതിയേ. പരസ്യം പറയുന്നുണ്ടല്ലോ, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണെന്നാ പറഞ്ഞത്. അപ്പൊ ഈ 10 ദിവസം ഇത് ഒരു വലിയ പ്രോജക്റ്റിന്റെ തുടക്കത്തിന്റെ നിങ്ങളെ ഒരുക്കുന്നതിനുള്ള കോഴ്സായി 10 ദിവസം. ഇന്ന് അതിന്റെ ഇൻട്രൊഡക്ഷനാ. അപ്പൊ ഇതൊന്നും പേടിക്കണ്ട, വളരെ റിലാക്സ്ഡ് ആയിട്ട് കേട്ടിരിക്കുക. കേൾക്കുന്നത് വഴി വിശ്വാസവും നമുക്ക് ആവശ്യപ്പെട്ട എല്ലാം വരും. പിന്നെ മെന്റേഴ്സ് പറയുന്നതും ഓരോ ദിവസത്തെയും ശനിയാഴ്ചത്തെ കോഴ്സിന്റെ അവസാനത്തിൽ പറയുമല്ലോ, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നു. പിന്നെ നിങ്ങളുടെ സഹകരണം എത്രയുണ്ടോ അത്രയുമായിരിക്കും നിങ്ങൾ അതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മറക്കണ്ട. അപ്പം ഈ കോഴ്സിന്റെ വിജയം നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലായിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും വരാനുള്ള കൃപ പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. താങ്ക് യു ആലീസ് ആന്റി. അടുത്തായി സമാപനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായി ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വളരെ വേഗത്തിൽ പറയുന്നതാണ്. സബ് ഗ്രൂപ്പ് മീറ്റിംഗ് എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതുവരെ സബ് ഗ്രൂപ്പ് കിട്ടാത്തവരെ താഴെ പറയുന്ന നമ്പറിൽ ക്ലീറ്റസ് പോളുമായി ബന്ധപ്പെടേണ്ടതാണ്. 9032201651. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദ ഡേ നിങ്ങൾ എങ്ങനെ സ്പർശിച്ചു എന്ന് സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുതേ. ഓൺലൈൻ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 36 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് എല്ലാ മാസവും കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ കോഴ്സ് ഓഗസ്റ്റ് 17 മുതൽ 22 വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ദയവായി 906195
4230 എന്ന നമ്പറിലോ 7012574557 എന്ന നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ്. ഹരിസിന്റെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇടവുകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മദ്രാധ്യാപകർക്കും ഒക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരിയച്ഛന്റെ അനുവാദത്തോടെ സംഘടിപ്പിച്ച ടീം അവിടെ എത്തി കോഴ്സ് നടത്തിത്തരുന്നതാണെന്ന് അറിയിക്കുന്നു. അതുപോലെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും റെസിഡൻഷ്യൽ കോഴ്സ് നടത്തുന്നതിന് മിസിയോ ടീം ഇപ്പോൾ സജ്ജമാണ്. നിങ്ങൾക്ക് പരിചയമുള്ള കേരളത്തിനകത്തോ പുറത്തോ ഏതെങ്കിലും സ്ഥലത്ത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ കോഴ്സ് കൊടുക്കുവാൻ താല്പര്യമുള്ളവർ മിസിയോ റിസോഴ്സ് ടീമുമായി ബന്ധപ്പെടുക. 3-5 ദിവസങ്ങൾ നീളുന്ന ഇടവക ധ്യാനങ്ങളും മിസിയോ ടീം നടത്തുന്നുണ്ട്. അതിനായി മുകളിൽ പറഞ്ഞ നമ്പറുകളിൽ ഏതെങ്കിലും ബന്ധപ്പെടാവുന്നതാണ്. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയലായിട്ടോ യൂട്യൂബിൽ ഓഡിയോ ആയിട്ടോ നിങ്ങൾക്കത് ലഭ്യമാണ്. നമ്മൾ ഒരു മിഷൻ ആണെന്ന് ബോധ്യം നൽകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളെല്ലാം എല്ലാവരും വായിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ നടത്തപ്പെടുന്ന മിസിയോ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നവർ അതാത് ഗ്രൂപ്പ് മെമ്പേഴ്സിനെ അറിയിക്കേണ്ടതാണ്. അനോണിമസ് ആയ ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്ന് പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഇത്രയാണ് അറിയിപ്പുകൾ. ഇനി ഇന്നത്തെ അനുഗ്രഹീതമായ സെഷനെ സമാപന സന്ദേശവും ആശീർവാദവും നൽകി നമ്മെ അനുഗ്രഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട റവറന്റ് ഫാദർ അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഒരു 1.5 മണിക്കൂറായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. 860 പേരും ബാക്കി മെന്റേഴ്സും എല്ലാവരും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ സഹായിക്കാനായിട്ട് 19ഓളം ആൾക്കാരുണ്ട്. അതുപോലെ ഈ വരുന്ന ദിവസങ്ങളിൽ കർത്താവിൻ്റെ ആ കൂട്ടായ്മയിൽ നമ്മുടെ മിസിയോ കുടുംബം തിരുസഭയുടെ കൂട്ടായ്മയിൽ ഒന്നിച്ചു ചേരുന്ന ഒരു അവസരമാണ്. അപ്പോൾ തിരുസഭ നമ്മളൊരു കുടുംബമാണ് എന്ന്, ഈ ലോകം നമ്മുടെ പൊതുഭവനവും നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കിപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എല്ലാവരും പറഞ്ഞു വാക്കിൽ നിന്നാണ് കേൾക്കുന്നത് എന്ന്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 2 മുതലുള്ള വാക്കുകൾ, എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക, നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജനങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. അപ്പം ദൈവവചനം നല്ല ഭക്ഷണമാണ് ആത്മാവിന്, അത് വിശിഷ്ട ഭോജനമാണ്. അത് നമ്മൾ നന്നായിട്ട് ആസ്വദിച്ച് ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുന്ന നിങ്ങൾ എന്നും ജീവിക്കും. ഞാൻ നിങ്ങളുമായിട്ടൊരു ശാശ്വതമായിട്ടുള്ള ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോടെന്ന പോലെ അവർ നിങ്ങളോട് സ്ഥിരമായ സ്നേഹം കാണിക്കും. ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് വേണ്ടത്? അപ്പം നമുക്ക് ഈ വരുന്ന 70 ദിവസം അല്ലെങ്കിൽ 7 ആഴ്ച 10 ആഴ്ച 2.5 മാസത്തോളം ഒന്നിച്ചു ചേരുമ്പോൾ എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് ലഭിക്കും. അത് നന്നായിട്ട് ആസ്വദിക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. അതുവഴി നമ്മുടെ ജീവിതത്തിന് തീർച്ചയായിട്ടും പരിവർത്തനങ്ങൾ ഉണ്ടാകും. അങ്ങനെ സഭ വളരും, നമ്മളും വളരും. നമ്മുടെ ആ അനുഗ്രഹം ലോകത്തിൽ മുഴുവൻ ലഭിക്കും. നമ്മൾ മാനസാന്തരപ്പെട്ടാൽ, നമുക്ക് മാറ്റങ്ങൾ വന്നാൽ അത് കുടുംബത്തിലുണ്ടായിരിക്കും, നമ്മൾ ബന്ധപ്പെടുന്ന വ്യക്തികളിലും ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് ഒരു കുടുംബമായിട്ട് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു ഫാദർ. ഫ്രാൻസിസ് ചേട്ടന്റെ മനോഹരമായ ഗാനത്തോടെ ഇന്നത്തെ ഈ സെഷൻ ഇവിടെ സമാപിക്കുകയാണ്. ഈ മിസിയോ യാത്രയിലൂടെ ഓരോരുത്തരും വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുവാനും ദൈവസ്നേഹം കൂടുതൽ അനുഭവിക്കുവാനും അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ഉപകരണങ്ങളായി മാറുവാനുമുള്ള കൃപ സർവശക്തനായ ദൈവം സമൃദ്ധമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ
ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.